എല്ലാവർക്കും നമസ്കാരം. SLC പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്കായി മൈ റേഡിയോ 90 FM ഒരുക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡെന്നിസ് ആന്റണി, തൃശ്ശൂർ CMS ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫിസിക്കൽ സയൻസ് അധ്യാപകനാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഫിസിക്സ് ആണ്. ഈ വിഷയത്തെക്കുറിച്ച് സംശയങ്ങളും SLC പരീക്ഷയ്ക്ക് ഫിസിക്സിന് കൂടുതൽ സ്കോർ നേടാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാവും. ആ സംശയങ്ങളൊക്കെ ചോദിക്കാൻ എൻ്റെ കൂടെ എത്തിയിരിക്കുന്നത് എൻ്റെ തന്നെ വിദ്യാർത്ഥിയാണ്. നമസ്കാരം, എൻ്റെ പേര് വസുദേവ് കെ. ഞാൻ CMS സ്കൂളിലത്തെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. അപ്പോൾ വസുദേവ്, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എങ്ങനെയുണ്ടായിരുന്നു പരീക്ഷയ്ക്ക്? മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞില്ലേ? മോഡൽ എക്സാം എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു മോഡൽ എക്സാം? എല്ലാം കുഴപ്പമില്ല, എന്നാലും ചിലതൊക്കെ ബുദ്ധിമുട്ടുണ്ടായി. ഏതൊക്കെ വിഷയങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്? സോഷ്യല്, പിന്നെ ഹിന്ദി ചില ചോദ്യങ്ങളൊക്കെ പ്രാവശ്യം മാറി വന്നിട്ടുണ്ട് സാധാരണ വരുന്ന. നമ്മുടെ വിഷയം ഫിസിക്സ് ആണ്. ഫിസിക്സ് കുഴപ്പമുണ്ടായില്ല. എന്നാലും ഫിസിക്സിൽ ചോദ്യങ്ങൾ വരുമ്പോൾ അത് വായിക്കാൻ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതും? ഞാനൊരു തവണ വായിച്ചെത്തിയപ്പോൾ കണ്ടു. കാരണം എല്ലാ പാഠങ്ങളും ഇപ്പോൾ ഇങ്ങനെ വെറുതെ വായിച്ചിട്ട് വിട്ടിട്ട് കാര്യമില്ലല്ലോ. എന്താ എങ്ങനെ നമ്മൾ വായിക്കേണ്ടത്? ഒരു എളുപ്പ വഴി എന്തെങ്കിലും. പരീക്ഷയ്ക്ക് കൂടുതൽ മാർക്ക് എളുപ്പവഴി ഉണ്ടെന്ന് ചോദിക്കണേ. അതിനൊറ്റ എളുപ്പവഴി മാത്രമേ എൻ്റെ വസ്തുത. നന്നായി പഠിക്കുക. പഠിക്കുക. ഇതാണ് ഏറ്റവും നല്ല എളുപ്പവഴി. പഠിക്കാനുള്ള എന്തെങ്കിലും കുറുക്കുവഴികൾ? ഓക്കെ, ഫിസിക്സിന് എന്തെങ്കിലും കുറുക്കുവഴികൾ ഉണ്ടെന്നാ ചോദിക്കണല്ലേ? അങ്ങനെ കുറുക്കുവഴികളൊന്നുമില്ല. എന്നാലും നമുക്ക് ഫിസിക്സിൽ ഇപ്രാവശ്യം എന്നല്ല, ഏത് ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്കും നമുക്ക് കൂടുതൽ സ്കോർ നേടാൻ വേണ്ടി നമുക്ക് ചില മാർഗ്ഗങ്ങളുണ്ട്. അത് നമുക്ക് ഇന്നത്തെ ഈ പരിപാടിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്ത് പറയാം. നമുക്ക് ഈ ഫിസിക്സിൻ്റെ പരീക്ഷയിൽ നിനക്ക് വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പരീക്ഷ എഴുതുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഈ 15 മിനിറ്റ് എന്തിനാണ് നമുക്ക് ഫസ്റ്റ് തന്നെ? അത് ഈ കൂൾ ഓഫ് ടൈം ആണ് നീ ഉദ്ദേശിക്കുന്നത്? വെറുതെ 15 മിനിറ്റ് ഇരിക്കല്ലേ? നീ ഉദ്ദേശിക്കുന്ന 15 മിനിറ്റും കൂടെ നിനക്ക് കിട്ടുകയാണെങ്കിൽ അതും കൂടി എഴുതാം. കണക്കൊക്കെ ഇഷ്ടംപോലെ ശരി. ഓക്കെ. ആക്ച്വലി 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം എന്നാണ് പറയണമെന്നുണ്ടെങ്കിലും അത് ശരിക്കും ഒരു ഹോട്ട് പീരീഡാണ്, ഹോട്ട് ടൈമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 15 മിനിറ്റ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ശരിക്കും വായിച്ച് മനസ്സിലാക്കി, അതിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എല്ലാ ചോദ്യങ്ങൾക്കും നിങ്ങൾക്ക് ഉത്തരം അറിയാനുണ്ടാവുന്ന നിർബന്ധമൊന്നുമില്ല. ചില അറിയണ്ടാവും, ചില അറിയണ്ടാവില്ലായിരിക്കാം. അപ്പോൾ അതിലറിയാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് ഏതായാലും നന്നായി ഉത്തരം എഴുതാൻ പറ്റും. അത് കണ്ടെത്തി വെക്കാനുള്ള ഒരു ഹോട്ട് പീരീഡാണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് പല കുട്ടികളും ഈ കൂൾ ഓഫ് ടൈമിൽ ചില കുട്ടികൾ കിടന്നുറങ്ങണേ കണ്ടിട്ടുണ്ട്. ചില പരീക്ഷയ്ക്ക് ഉറങ്ങാറുണ്ട്. നല്ല സ്വഭാവമല്ലാട്ടോ അത്. ഫുൾ ടൈം കിടന്നുറങ്ങരുത്. അങ്ങനെയല്ല, കാരണം നമ്മളിപ്പോ അവര് വായിക്കാൻ പറയും, പിന്നെ നമ്മൾ കിടന്നുറങ്ങും, പിന്നെ അവര് വിളിക്കില്ല. അപ്പോൾ ഈ ഉറങ്ങാൻ വേണ്ടിയിട്ടല്ല ശരിക്കും കൂൾ ഓഫ് ടൈം. ആ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും നന്നായിട്ട് എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെ നമ്മുടെ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ആ കൂൾ ഓഫ് ടൈം കഴിയുമ്പോൾ, പരീക്ഷ ആരംഭിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും നന്നായി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തുടങ്ങിയിട്ട് നമ്മൾ എഴുതാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അതിനുശേഷം കുറച്ചും കൂടെ അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് എഴുതുക. ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് കൂടുതൽ അറിയാൻ പാടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. മാത്രമല്ല സമയം ലാഭിക്കാം അല്ലേ? നേരെ മറിച്ച് കൂൾ ഓഫ് ടൈം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യില്ല എന്ന് വരിക്കും, കിടന്നുറങ്ങി 10 മണിക്ക് നിങ്ങൾ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ ആരംഭിക്കുന്നു, സമയം ലാഭിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷെ അതിലെനിക്കൊരു സംശയമുണ്ട്. ഈ ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ അവസാനം ചെയ്യാന്ന് മാഷ് പറഞ്ഞല്ലോ. ഈ അവസാനം ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ നല്ല രസമുണ്ട്, അപ്പോൾ ആ രസത്തിൽ എഴുതിയിരിക്കും. അവസാനം സമയം പോയിട്ട് എൻ്റെ ഇഷ്ടം പോലെ എങ്ങനെ സമയം പോയിട്ടുണ്ട്? കാരണം ആദ്യത്തെ നമ്മൾ പതുക്കെ അടിപ്പാടിയൊക്കെ എഴുതി, പക്ഷെ ഈ ബുദ്ധിമുട്ടുള്ളത് വരുമ്പോൾ അവസാനം അത് എഴുതിയെത്താണ്ട് ചില ചോദ്യങ്ങൾ അങ്ങനെ എഴുതാൻ പറ്റാണ്ട് പോകാറുണ്ട്. അതിനാണ് നമ്മൾ ടൈം മാനേജ്മെന്റ് പഠിക്കണം എപ്പോഴും. അതായത് ഇപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ആ ചോദ്യം നമുക്ക് ഇത്ര സമയത്തിനുള്ളിൽ എഴുതി തീർക്കണം എന്നുള്ള ഒരു ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ. അത് നമ്മൾ പരീക്ഷ എഴുതി നമ്മൾ ശീലിച്ചെടുക്കുന്ന ഒരു കഴിവാണ്. ആ കഴിവ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ ക്വസ്റ്റിനും കൃത്യസമയത്ത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ സമയത്തിനുള്ളിൽ പരീക്ഷ തീർക്കാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ആ സമയത്തിനുള്ളിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് സ്കോർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ലാസ്റ്റ് ഒരു 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ 10 മിനിറ്റ് നിങ്ങൾ അതിന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഉത്തരം കിട്ടിയാൽ നന്നായി, അല്ലെങ്കിൽ വേണ്ട, അത്രേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾക്ക് ആ പഠിച്ച ചോദ്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ ഉത്തരങ്ങളോട് സേഫ് ആണല്ലോ. അപ്പോൾ ആ രീതിയിൽ ക്വസ്റ്റ്യൻസിനെ അനലൈസ് ചെയ്തിട്ട് വെക്കേണ്ട ഒരു സമയമാണ് ഈ കൂൾ ഓഫ് ടൈം. അതുകൊണ്ട് ഞാനതിനെ ഹോട്ട് ടൈം എന്നാണ് ഞാൻ പറയുക. മനസ്സിലാക്കിയിരിക്കുന്നു. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ സമയം എങ്ങനെ ക്രമപ്പെടുത്തി എഴുതാം? സമയം ഇപ്പോൾ ഫിസിക്സ് പരീക്ഷ സംബന്ധിച്ചാണെങ്കിൽ നമുക്ക് 40 മാർക്കാണ് ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് മാർക്ക് വരുന്നത്.
ഈ 40 മാർക്കിൻ്റെ വിഷയങ്ങൾക്കെല്ലാം നമുക്ക് 1.5 മണിക്കൂറാണ് സമയം എന്ന് വസ്തുത അറിയാമല്ലോ. ആ. ഇപ്പോൾ 1.5 മണിക്കൂറിൻ്റെ കൂടെ 15 മിനിറ്റ് കൂടെ കൂൾ ഓഫ് ടൈം ഉണ്ടാവും. ഉം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ 1.5 മണിക്കൂറിലാണ് നമ്മൾ ഫിസിക്സിൻ്റെ പരീക്ഷ ആയാലും 40 മാർക്കിൻ്റെ ഏത് വിഷയമാണെങ്കിലും എഴുതി തീർക്കേണ്ടത് 1.5 മണിക്കൂർ കൊണ്ടാണ്. അപ്പോൾ ഈ 1.5 മണിക്കൂർ സമയത്തിന് 40 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ഒരു 10 മാർക്കും കൂടെ ഉണ്ട്. അത് ഞാൻ വസ്തുത അറിയില്ലേ? സി മാർക്ക്. നമ്മുടെ സി മാർക്കാണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ പ്രോജക്റ്റ്, സെമിനാർ, അസൈൻമെൻ്റ് ഒക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും അല്ലേ? ഇതൊക്കെ എഴുതി ടീച്ചർമാർ കുറച്ച് നിങ്ങൾക്ക് പണി തന്നിട്ടുണ്ടാവും അല്ലേ? ആ പണികളുടെ എല്ലാത്തിൻ്റെയും മാർക്കാണ് ഈ 10 മാർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ 40 മാർക്ക് നിങ്ങൾ എഴുതി തന്നെ വാങ്ങിക്കണം. മീൻസ് നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ ബ്രെയിനിൽ ലോഡ് ചെയ്ത് വെച്ച് ആ ലോഡ് വെച്ചിരിക്കുന്ന സാധനങ്ങൾ നിങ്ങൾ അതുപോലെ പേപ്പറിൽ പകർത്തി കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, ഈ 40 മാർക്ക് കിട്ടുള്ളൂ. സി മാർക്ക് എന്ന് പറയുന്നത് നിങ്ങളുടെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ്റെ മാർക്ക് ഓൾറെഡി ടീച്ചേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ട്. അപ്പോൾ 40+10 ഫിസിക്സിനെ സംബന്ധിച്ച് ടോട്ടൽ മാർക്ക് വരുന്നത്. സോ ടോട്ടൽ 50 ഈ ഫിസിക്സിൻ്റെ മാർക്ക് വരുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു പരീക്ഷയുടെ മാർക്കിൻ്റെ ഘടന. ഇനി പരീക്ഷയുടെ മാർക്കിൻ്റെ ഘടന സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന സ്ട്രക്ചർ വസ്തുത നോക്കിയിരുന്നില്ലേ? അതെങ്ങനെ ഇരുന്നത്? ഒരു എ സെക്ഷൻ, ബി, സി, ഡി. അത് തന്നെ. അതായത് നമുക്ക് എ, ബി, സി, ഡി ഇങ്ങനെ 4 സെക്ഷൻ നമുക്ക് തരാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ എടുക്കുമ്പോൾ എത്ര മാർക്കായിരുന്നു അത്? 1 മാർക്കിന്റെ. 1 മാർക്കിൻ്റെ. ഓക്കെ, 1 മാർക്കിന് എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? 1 മാർക്കിന്റെ 5 എണ്ണം ചോദിച്ചിട്ട് 4 ഉത്തരം എഴുതില്ല. 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അത് 4 എണ്ണം നിങ്ങൾ ഉത്തരം എഴുതണം. സിമിലർലി ബി സെക്ഷൻ വരും. ബി സെക്ഷനിലാണെങ്കിൽ എത്ര മാർക്ക് ഉണ്ടാവും ഒരു ക്വസ്റ്റിന്? 2 മാർക്ക്. 2 മാർക്ക്. കറക്റ്റ്, 2 മാർക്കായിരിക്കും. അതിൽ ഈ പറഞ്ഞ പോലെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, 4 എണ്ണം ഉത്തരം എഴുതണം. സി ആണെങ്കിൽ 3 മാർക്ക്, ഡി ആണെങ്കിൽ 4 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു സ്ട്രക്ചർ പോകണം. അങ്ങനെയാണ്. അപ്പോൾ ഈ എ ബി സി ഡി എന്ന് പറയുന്ന സ്ട്രക്ചർ നിങ്ങൾ നോക്കുമ്പോൾ അവിടെ നിങ്ങൾ ഉത്തരം എഴുതുമ്പോഴേ നിങ്ങൾ എങ്ങനെ ഉത്തരം എഴുതും? ഇപ്പോൾ ഉദാഹരണത്തിന് ഫസ്റ്റ് 5 ചോദ്യങ്ങളുണ്ട്. 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉത്തരം അറിയാം. അപ്പോൾ വസുദേവ് എന്താ ചെയ്യുക? 5 അറിയാന്ന് വെച്ചാൽ ഞാൻ ആദ്യം 5 നേരെ 5 എഴുതി വയ്ക്കും. ഓക്കെ, അതിന് പ്രശ്നമുള്ള കേസല്ല, കാരണം 1 വേർഡ് ആണല്ലോ. ഇപ്പോൾ ഇത്ര സമയം പോകണല്ലോ. ഇനി ബി സെക്ഷൻ വന്നു കഴിഞ്ഞാലോ? ബി സെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ഒന്ന് വായിച്ചു നോക്കുമ്പോൾ ചിലത് ബുദ്ധിമുട്ടായിട്ട് തോന്നുമല്ലോ. അല്ല, ഞാൻ ചോദിക്കുന്നത് ബി സെക്ഷനിൽ 5 ഉത്തരങ്ങളും വസുദേവന് അറിയാം. വസുദേവ് എന്ത് ചെയ്യും? അറിയണമെങ്കിൽ അപ്പം തന്നെ എഴുതി വയ്ക്കും. ഓക്കെ, ഇനി ബി സെക്ഷന് വലിയ പ്രശ്നം 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണല്ലോ, വലിയ പ്രശ്നങ്ങളില്ല. സി സെക്ഷനിൽ വന്നു കഴിഞ്ഞാലോ? സി സെക്ഷനിൽ വന്നതിന് ഇത്തിരി സമയം പിടിക്കും. കാരണം സി സെക്ഷനിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം വസുദേവന് അറിയാമെന്ന് വിചാരിക്കും. വസുദേവ് എന്ത് ചെയ്യും? എഴുതി വയ്ക്കും അല്ലേ? പക്ഷെ നമ്മൾ അവിടെ അനുവർത്തിക്കേണ്ട ഒരു രീതി ശരിക്കും അതല്ല. അതായത് നമുക്ക് ഈ ടൈം മാനേജ്മെന്റ് ഉണ്ടല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇപ്പോൾ വസുദേവ് സി സെക്ഷനിൽ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി. 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലും 4 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതിയാലും 5 ഉത്തരങ്ങൾ കറക്റ്റ് ആണെങ്കിലും 4 ഉത്തരങ്ങൾ കറക്റ്റ് ആണെങ്കിലും വസുദേവന് എത്ര മാർക്ക് കിട്ടും? 40 മേലെ പോയില്ലല്ലോ. അല്ല, സി സെക്ഷനിൽ 3 മാർക്ക് വെച്ചിട്ട് 4 ചോദ്യങ്ങൾക്ക് 12 മാർക്ക് അല്ലേ? പക്ഷേ വസുദേവ് ഈ സമയം കൊണ്ട് എത്ര മാർക്ക് എഴുതി കഴിഞ്ഞു? 15 മാർക്കിന്റെ എഴുതി കഴിഞ്ഞു. 3 മാർക്ക് വസുദേവന് കൂടുതൽ കിട്ടുന്നില്ലല്ലോ. എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ആ 3 മാർക്ക് ഇവിടെ ആൻസർ പേപ്പറിൽ വരില്ലല്ലോ. കാരണം അതിൽ 4 ഉത്തരങ്ങൾക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ എക്സ്ട്രാ വരുന്ന ചോദ്യത്തിന് വസുദേവ് അവിടെ സമയം വേസ്റ്റ് ആക്കി അവിടെ. ശരിയല്ലേ പറഞ്ഞേ? ആ സമയം കൊണ്ട് വസുദേവൻ എന്ത് ചെയ്യാം? ഡി സെക്ഷനിലെ 4 ചോദ്യങ്ങൾ അറിയാന്നുണ്ടെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ എ ബി സി ഡിയിലെ ആ പറഞ്ഞിരിക്കുന്ന ക്രമപ്രകാരം അത്രയും ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ അത് അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് സോണിലായി. ശരിയല്ലേ? നിങ്ങൾ കിട്ടേണ്ട മാർക്ക് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ? ഇനി ബാക്കിയുള്ള സമയത്ത് ഇനി എങ്ങാനും നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാം? എക്സ്ട്രാ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി വയ്ക്കാം. അപ്പോൾ സമയലാഭമല്ലേ? അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം അറിയാമെങ്കിൽ പോലും എല്ലാ സെക്ഷനിലെ എല്ലാ ഉത്തരങ്ങളും ആദ്യം എഴുതി പോകരുത്. നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരു സെക്ഷനിൽ 4 ഉത്തരങ്ങളാണ് ചെയ്യേണ്ടതെങ്കിൽ അറിയാവുന്ന 4 മാത്രം ഉത്തരം എഴുതുക. അടുത്തത് അതുപോലെ എഴുതി പോവുക. ഏറ്റവും അവസാനം സമയം ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക? എക്സ്ട്രാ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ കിട്ടുന്ന സമയം കൊണ്ട് പരമാവധി മാർക്ക് നിങ്ങൾക്ക് സേഫ് സോണിലേക്ക് എത്തിക്കാൻ പറ്റും. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഒരിക്കലും ആ ഒരു പണിക്ക് പോകണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. വാസ്തവന് ഇനി സ്പീഡിൽ എഴുതി പോകാൻ പറ്റും, ഓക്കെ, കോൺഫിഡൻ്റ് ആണെങ്കിൽ പ്രശ്നമുള്ള കേസല്ല. എന്നാൽ നമ്മൾ ഓരോ കാര്യത്തിൽ ഇപ്പോൾ ഫിസിക്സിന് അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചൊരു എന്താ പറയുക, സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ശാസ്ത്രീയ മനോഭാവം, അത് ശരിക്കും നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ് അല്ലേ? ആ ഒരു കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ച് ആ സമയത്തിനുള്ളിൽ കാര്യങ്ങൾ തീർത്ത് കഴിയുമ്പോൾ നമുക്കൊരു സയൻറ്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്ന് പറയാം. ഇത്തരത്തിലുള്ളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന മെത്തേഡ് നമ്മൾ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിപ്പോൾ 7 പാഠങ്ങളുണ്ട്. അതെ. ഇതിൽ
എല്ലാ A+ കിട്ടേണ്ടവരാണെങ്കിൽ എല്ലാം പഠിക്കും ഒരു സ്വാഭാവികമായിട്ടും. സംശയം വേണ്ട. പക്ഷെ പാസ് ആവേണ്ടവർക്ക് എല്ലാം പഠിക്കാൻ പറ്റണതില്ല. കാരണം അവർക്ക് അത് പറ്റാത്തതുകൊണ്ടാണല്ലോ അവർ ആ മാർക്കിൽ നിൽക്കണത്. അതെ അതെ. അപ്പോൾ അവർക്ക് അങ്ങനെ കുറച്ചും കൂടി എളുപ്പമായിട്ട് നല്ല ഇപ്പോൾ കൂടുതൽ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ള പാഠങ്ങളായിട്ട് അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടോയെന്ന് ചോദിക്കാമല്ലേ? ഓക്കെ. നമുക്ക് ഈ ഫിസിക്സ് പരീക്ഷയ്ക്ക് ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ ചാപ്റ്ററിൽ നിന്നും ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഇത്ര മാർക്ക് വരാം എന്നുള്ളതിന് ഒരു വെയിറ്റേജ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓൾറെഡി 7 ചാപ്റ്റേഴ്സ് ഉണ്ട് അല്ലേ? ഈ ചാപ്റ്റേഴ്സിൽ മെയിനായിട്ട് കൂടുതൽ നമ്മൾ സ്ട്രെസ്സ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സാണ്. ഒന്നാമത്തെ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിൽ നിന്ന് 7 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. മീൻസ് 17.5% ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, വൈദ്യുത കാന്തിക പ്രേരണ. അത് വളരെ പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്. അതിനും 7 മാർക്ക് അല്ലെങ്കിൽ 17.5% മാർക്ക് ഉള്ള ചോദ്യങ്ങൾ അതിന് ചോദിക്കാറുണ്ട്. പിന്നെ ഒരെണ്ണം ഉള്ളത് റിഫ്രാക്ഷനാണ്. അതും 7 മാർക്കിൻ്റെ ചോദ്യങ്ങൾ അതിൽ നിന്ന് വരാറുണ്ട്. ഇപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ്, എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ റിഫ്രാക്ഷൻ, ഈ 3 ചാപ്റ്റേഴ്സ് സ്ട്രെസ് കൊടുത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ ഒരു ജയിക്കണം എന്ന് ആഗ്രഹമുള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ പാസ്സായി പോകാം. പക്ഷേ ഈ 3 ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് ഒരു കാരണവശാലും A+ കിട്ടില്ല. A+ കിട്ടണമെങ്കിൽ ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിരിക്കണം. ഇനി ബാക്കിയുള്ള ആ ചാപ്റ്റേഴ്സിൻ്റെ വെയിറ്റേജ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ട്, രണ്ടാമത്തെ ചാപ്റ്റർ ഉണ്ടല്ലോ, അതിന് ഇപ്പോൾ ഏറ്റവും കുറവ് വെയിറ്റേജ് കാണിച്ചിരിക്കുന്നത് അതിനാണ്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസാണ് അതിൽ നിന്ന് വരിക എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ റിഫ്ലക്ഷൻ, വേൾഡ് ഓഫ് കളേഴ്സ്, പിന്നെ എനർജി സോഴ്സസ്, ഇതിൽ നിന്നെല്ലാം 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ 7 ചാപ്റ്ററിൽ നിന്ന് എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കുകയാണെങ്കിൽ A+ആർക്ക് അത്യാവശ്യം A+ലേക്ക് എത്താം. പക്ഷേ A+ആർ എത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. വസുദേവന് മനസ്സിലായിട്ടുണ്ടോയെന്ന് അറിയില്ല. ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ എല്ലാം ഡയറക്റ്റ് ആണോ? എല്ലാം വളർന്നിട്ട് ചോദിക്കുള്ളൂ. വളഞ്ഞ് മീൻസ് നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാറുണ്ടല്ലേ. ഇപ്പോൾ ഒരു ലോ നമ്മൾ പഠിക്കുന്നു, ആ ലോ പഠിക്കുമ്പോൾ ആ ലോ നമ്മുടെ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം, അങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും അല്ലേ. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും കൂടെ അപ്ലൈ ചെയ്യാനുള്ളൊരു കഴിവ് നേടിയെടുത്താൽ മാത്രമാണ് A+ആർക്ക് A+ലേക്ക് എത്താൻ പറ്റുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ വെയിറ്റേജ് അനുസരിച്ച് ഞാൻ പറഞ്ഞ 3 ചാപ്റ്റേഴ്സ് പഠിക്കുകയാണെങ്കിലും പരീക്ഷയ്ക്ക് പാസ്സായി പോകാൻ പറ്റും. ഓക്കെ. അപ്പോൾ അതാണ് വെയിറ്റേജിനെ കുറിച്ച് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഓക്കെ. എന്നാലും ഫിസിക്സ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഏത് വിഷയം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ഒരു ചാപ്റ്ററും വിടാതെ എല്ലാം പഠിക്കണമെന്ന് തന്നെയാണ് നല്ലത്. നല്ലത്. മാഷി ഇത് ഈ പറഞ്ഞത് ഒന്നുകൂടി ബ്രീഫ് ചെയ്തിട്ട് കുറച്ചും കൂടി ഈ ചാപ്റ്റേഴ്സിനെ കുറിച്ചല്ലേ. ഓക്കെ, ഞാൻ ബ്രീഫ് ചെയ്ത് പറയാം. ഒന്നാമത്തെ ചാപ്റ്റർ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, വൈദ്യുത പ്രവാഹത്തിൻ്റെ ഫലങ്ങൾ, അതിന് 7 മാർക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ വെയിറ്റേജ് കൂടുതൽ കൊടുക്കാവുന്ന ചാപ്റ്ററാണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വൈദ്യുത കാന്തിക പ്രേരണം. പിന്നെ അടുത്ത വെയിറ്റേജ് കൊടുക്കേണ്ട ചാപ്റ്ററാണ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനം. ഈ 3 ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ടത്. അതിനുശേഷം വെയിറ്റേജ് കൊടുക്കേണ്ട പാഠങ്ങളാണ് പ്രകാശത്തിൻ്റെ പ്രതിഫലനം, റിഫ്ലക്ഷൻ, പിന്നെ വേൾഡ് ഓഫ് കളേഴ്സ്, നിറങ്ങളുടെ ലോകം എന്ന് പറഞ്ഞ ചാപ്റ്റർ ഉണ്ട്. പിന്നെ ഏറ്റവും അവസാനത്തെ എനർജി സോഴ്സ് അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകൾ. ഈ ചാപ്റ്ററുകൾ അതിന് തൊട്ട് താഴെ വെയിറ്റേജ് കൊടുത്ത് പഠിക്കാവുന്ന ചാപ്റ്റേഴ്സാണ്. അതിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഏറ്റവും കുറവ് വെയിറ്റേജ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്ററാണ് മാഗ്നറ്റിക് എഫക്റ്റ് അല്ലെങ്കിൽ വൈദ്യുത കാന്തിക ഫലം എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്റർ. അതിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഇതാണ് നമ്മളുടെ വെയിറ്റേജിൻ്റെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ. ഇത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വേരിയേഷൻസ് വരാം. എന്നാലും ഈ ഒരു പറഞ്ഞ പ്രകാരം തന്നെ ആയിരിക്കണം പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത. ഫസ്റ്റ് മനസ്സിലായിരിക്കുന്നു. ഓക്കെ. ഇതിലിനി ഓരോ പാഠഭാഗങ്ങളിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഉണ്ടാവുമല്ലോ. ഓക്കെ. ആ ടോപ്പിക്കുകൾ ഇപ്പോൾ ആദ്യത്തെ പാഠം ഏറ്റവും വെയിറ്റേജ് ഉള്ള പാഠങ്ങളിലൊന്നാണ്. അപ്പോൾ അതിലത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുകളൊക്കെ അതായത് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഈ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനെ കുറിച്ച് ഇപ്പോൾ വസുദേവ് ചോദിച്ചല്ലോ. വസുദേവന് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ ബുദ്ധിമുട്ടെന്ന് തോന്നുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ ചില കണക്കുകളില്ലേ, കണക്കുകളാണ് പ്രശ്നം. എല്ലാ കണക്കുകളും കുഴപ്പമില്ല. ഈ റെസിസ്റ്റൻസ് കാണാൻ വരുമ്പോൾ ഈ പാരലലില് 2-ന് മേലെ പോണതില്ലേ, 2 റെസിസ്റ്ററിന് മേലെ വെക്കുമ്പോൾ അപ്പൊ ഇക്വേഷൻ ചെറുതായിട്ട് മാറ്റി ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുമ്പോൾ ഇടയ്ക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ആക്ച്വലി മിക്കവാറും കുട്ടികൾക്ക് എവറി പ്രോബ്ലം ഇസ് എ പ്രോബ്ലം, അങ്ങനെയാണോ? പ്രോബ്ലം ഒക്കെ പക്ഷെ ചിലത് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവില്ലോ. ഓക്കെ. അപ്പോൾ ഈ പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ എന്തെങ്കിലും ഒരു മെത്തേഡ് കാണുമല്ലോ അല്ലേ. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ചില ക്വാളിറ്റീസ് ഉണ്ട്. എങ്ങനെ നമുക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും? ഉദാഹരണത്തിന് ഫിസിക്സിൽ ഒന്നാമത്തെ ചാപ്റ്ററിൽ അല്ലേ ജൂൾസ് ലോ എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് അല്ലേ, H=I²RT. ഇതുമായി ബന്ധപ്പെട്ട പല ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഒരു വസുദേവൻ അങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ വസുദേവൻ എന്താ ആദ്യം ചെയ്യുക?
നമ്മൾ ആദ്യം വായിച്ചു നോക്കും, വെച്ച് നോക്കും. പിന്നെ അതിലുള്ളതൊക്കെ എടുത്ത് എഴുതി വെക്കും. അതായത് ഈ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് വായിച്ചു നോക്കുക അല്ലേ. സെക്കൻഡ് ആയി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്താണ് ഈ പെറുക്കികളാവണം. ആ എന്താ പെറുക്കികൾ ഉദ്ദേശിക്കുന്നത്? സാധനങ്ങളൊക്കെ പെറുക്കി പെറുക്കി എഴുതി നമ്മൾ എന്താ പെറുക്കി വെക്കേണ്ടത്? അതിൽ ചോദ്യത്തിൽ എന്തൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. അതന്നെ, അത് തന്നിരിക്കുന്നതിൽ എന്തെല്ലാം മെഷർമെന്റ്സ് ഉണ്ട് അല്ലേ. ഉം. ആ മെഷർമെന്റ്സ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. എങ്ങനെയാണ്? സിമ്പലും ഇതൊക്കെ സിമ്പിൾ ഉണ്ടാവല്ലോ. സിമ്പിൾ ആയാലും ഉണ്ടാവില്ല, അല്ല, യൂണിറ്റ് ഉണ്ടാവില്ല. യൂണിറ്റ്. ആ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മെഷർമെന്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. ആ അല്ലെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ചാപ്റ്ററിൽ H=I² എന്ന് പറയുന്ന ഇക്വേഷൻ ഉപയോഗിക്കേണ്ട ഒരു ചോദ്യമാണെന്നുണ്ടെങ്കിൽ ഉം. കറണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെടുക്കണം? ഐ എടുക്കും. ഐ എടുക്കണം. യൂണിറ്റ് എന്തായിരിക്കും? ഐ യൂണിറ്റ് യൂണിറ്റ് ആംബിയർ. ആംബിയർ ആയിരിക്കും അല്ലെ. ആംബിയർ കാണാൻ നമുക്ക് എന്ത് എഴുതാം? I=2 എന്ന് എഴുതി വയ്ക്കാം ഉം. അല്ലേ. ഇനി വോൾട്ടേജ് ഉണ്ടല്ലോ, വോൾട്ടേജ് വി, വി എന്ന് എഴുതാം. അതിൻ്റെ യൂണിറ്റ് വോൾട്ട് തന്നെയാണ്, വി എന്ന് എഴുതാം. പിന്നെ റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, റെസിസ്റ്റൻസ് ഓം. ഓം കണ്ടാൽ ആർ എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ യൂണിറ്റുകൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ല. ആ യൂണിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? മെഷർമെന്റ്സ് എടുത്ത് എഴുതി വെക്കാം അല്ലേ. മെഷർമെന്റ്സ് എടുത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ പിന്നെ വേണ്ട കാര്യം എന്താ? പിന്നെ ഇക്വേഷൻ ഇക്വേഷൻ വേണം അല്ലേ. നമ്മൾ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ അറിയേണ്ട ചില ഇക്വേഷൻസ് ഉണ്ടല്ലേ. ആ എച്ചിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. H=I²RT അല്ലേ. ആ പിന്നെ V² T/R, പിന്നെ VIT അല്ലേ. ഇത് മൂന്നും ഹീറ്റിന്റെ ഇക്വേഷൻസ് ആണ്. ഇനി അതുകൂടാതെ പവറിന്റെ ഇക്വേഷൻസ് ഉണ്ട് അല്ലേ. അത് എളുപ്പമല്ല. ടീ എടുത്ത് ടി എടുത്ത് കളഞ്ഞാൽ എന്തായി? പവറായി. H=I²RT, ടി കളഞ്ഞാൽ P=I² അല്ലേ. V² T/R, ടി കളഞ്ഞാൽ V²/R എന്തായി? PI അല്ലേ. അപ്പോൾ എച്ചിന്റെ ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ടി കളഞ്ഞാൽ എന്തായി? പിയുടെ ഇക്വേഷൻസ് ആയി അല്ലേ. അപ്പോൾ ആ ഇക്വേഷൻസ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലത്തിൽ ഫുൾ മാർക്ക് വാങ്ങിക്കാം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പം നമുക്ക് ഫിസിക്സ് പരീക്ഷയിൽ പല ആൾക്കാരും ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ, അത് ചില ബൈ ഹാർട്ട് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ ഓക്കെ, പ്രശ്നമില്ല, എഴുതാൻ പറ്റുമായിരിക്കാം. എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒരു അഡീഷണൽ പേപ്പർ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് അവിടെ എഴുതി വയ്ക്കാം. അപ്പോൾ തെറ്റാണ്ട് നമുക്ക് അതിന് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമല്ലോ. അതായത് മാഷ് പറയുന്നത് നമ്മൾ കയറി ചെന്ന ഒരു പേപ്പർ മേടിച്ചിട്ട് നമുക്ക് അറിയണതെല്ലാം ഇക്വേഷൻസ് എഴുതി വയ്ക്കുക. പ്രശ്നമൊന്നുമില്ല. പരീക്ഷ തുടങ്ങി കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പേപ്പർ വാങ്ങിച്ചോ, നമുക്കറിയാവുന്ന ഇക്വേഷൻസ് അതിൽ എഴുതി വെച്ചോ, എന്താ കുഴപ്പമില്ല. പക്ഷേ സമയം നോക്കണം. അതായത് ഇപ്പോൾ കയറി ചെന്നോണ്ട് പേപ്പർ വാങ്ങിച്ചു, പേപ്പർ വാങ്ങിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു? അറിയാവുന്ന എല്ലാ ഇക്വേഷൻസ് എഴുതാൻ ശരിയാവോ? സമയം വേസ്റ്റ് ആവും അല്ലേ. അത് വേണ്ട. ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻസ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ റൈറ്റ് സൈഡിൽ മാർജിൻ വരച്ചിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ പേപ്പറിൽ എന്ത് ചെയ്യാം? എഴുതി വയ്ക്കാം. അത് റെഫർ ചെയ്ത് നമ്മൾ ഉത്തരം എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാലും ഒരു കാരണവശാലും പ്രോബ്ലം തെറ്റില്ല. അങ്ങനെ പ്രോബ്ലംസിന് നമുക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കാൻ പറ്റും. ക്ലിയർ? പക്ഷേ ഇതേപോലെ ഈ പാഠത്തിൽ തന്നെ വേറൊരു ഭാഗമാണ് റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ. അതിൽ ഈ പാരലലില് രണ്ടിൽ കൂടുതൽ റെസിസ്റ്റൻസ് വരുമ്പോൾ ഇക്വേഷൻ മാറുന്നുണ്ടല്ലോ. കാരണം എല്ലാം ഒരേപോലെ അല്ലല്ലോ. ഇത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ട്. കാരണം ആ ഇക്വേഷൻ എഴുതി വരുമ്പോൾ ഉത്തരം സ്കൂളിൽ ചെയ്യുമ്പോൾ ഒരെണ്ണം, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് ചെയ്യുമ്പോൾ വേറെ ഒരെണ്ണം വരുന്നത്. അതായത് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ രണ്ട് രീതിയിലുണ്ടല്ലോ, അറിയാലോ. സീരീസ് ഉണ്ട്, പാരലൽ ഉണ്ട്. ശ്രേണി അല്ലെങ്കിൽ സീരീസ്, പിന്നെ സമാന്തരം അല്ലെങ്കിൽ പാരലൽ എന്ന് പറയും. അപ്പോൾ ശ്രേണിയിൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല, അത് കൂട്ടി എഴുതിയാൽ മതി, പ്രശ്നമൊന്നുമില്ല. R=R1+R2+R3 എക്സെട്ര കൂട്ടി എഴുതിയ പ്രശ്നം കഴിഞ്ഞു. ഇനി റെസിസ്റ്റൻസ് ഇൻ പാരലൽ വരുമ്പോഴാണ് നമ്മൾ എന്ത് ഇക്വേഷൻ ഉപയോഗിക്കേണ്ടത്? 1/R=1/R1+1/R2+ എക്സെട്ര ഉപയോഗിക്കേണ്ടത്. സാധാരണഗതിക്ക് നമുക്ക് ഫിസിക്സിൻ്റെ പരീക്ഷയ്ക്ക് രണ്ടെണ്ണത്തിൽ കൂടുതൽ വരാറില്ല പൊതുവെ. ഇനി രണ്ടെണ്ണത്തിൽ കൂടുതൽ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഈ 10ാം ക്ലാസ്സിൽ ഇപ്പം നമ്മൾ പഠിപ്പിക്കുന്നില്ല. ആ ഇക്വേഷൻ വെച്ച് നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാം. പക്ഷെ അതിനേക്കാൾ ആ ഇക്വേഷൻ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഈ 3 വരികയാണെങ്കിൽ സിമ്പിളാണ്. ആദ്യത്തെ 2 റെസിസ്റ്റൻസ് ഇല്ലേ, അതിൻ്റെ പാരലൽ കണ്ടുപിടിക്കുക. എങ്ങനെ? ആദ്യത്തെ 2 റെസിസ്റ്റൻസ് ഉണ്ടല്ലോ, ആദ്യത്തെ 2 റെസിസ്റ്റൻസ്, 3 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 റെസിസ്റ്റൻസിന് 1/R1=1/R2 കാണുന്നു. അപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കിട്ടിയല്ലോ. ഇനി അത് 1/R1+ അടുത്തതിൻ്റെ 1/R3 എടുക്കുകയാണെങ്കിൽ കിട്ടിയില്ലേ? എല്ലാം കൂടിയിട്ട് ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2ൽ കൂടുതൽ റെസിസ്റ്റൻസ് വരികയാണെങ്കിൽ, വരാൻ സാധ്യത കുറവാണ്, വരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. ഓക്കെ. പിന്നെ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾക്ക് ഒരേപോലുള്ള കുറേ റെസിസ്റ്റൻസ് തന്നു, അതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസിൽ കണ്ടുപിടിക്കാൻ കൂട്ടുക. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? R×N കൊടുത്താൽ മതി. എത്ര നമ്പർ ഉണ്ടോ ആ നമ്പർ കൂട്ടിയാൽ മതി അല്ലെ. ഇപ്പോൾ 10 ഒരു ഓമിൻ്റെ 10 റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടെങ്കിൽ അത് സീരീസിലാണെന്നുണ്ടെങ്കിൽ 10×1 10 ഓം കിട്ടും. ശരിയാണല്ലോ. അത് 1 10 പ്രാവശ്യം കൂട്ടിയാലും 10 തന്നെ കിട്ടുമല്ലോ. ഓക്കെ. ഇനി ഇതേ റെസിസ്റ്റൻസ് തന്നെ പാരലാക്കി വെച്ച് കഴിഞ്ഞാലോ? അത്
റെസിസ്റ്റൻസ് മാറും. അതായത് 1/R1 + 1/R2 കാണണമല്ലോ. 1/10 + 1/10 + 10 പ്രാവശ്യം പോകണം അല്ലേ? അത് കണ്ടുപിടിക്കുന്ന ഒരു എളുപ്പമാർഗ്ഗമുണ്ട്. എന്താണ് എങ്ങനെയാ? 1/R = R/N എടുത്താൽ മതി. R/N തന്നെ. അപ്പോൾ നിങ്ങൾക്ക് 10 റെസിസ്റ്റൻസ് എന്ന് വിചാരിക്കും. അപ്പോൾ R 10 ആയി. 10 റെസിസ്റ്റൻസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ 10/10 ഒരു ഓം കിട്ടും. അങ്ങനെ എളുപ്പത്തിൽ എത്താന്ന്. അത് ഇത്രേ ഉള്ളൂ. അതായത് ഒരേ റെസിസ്റ്റൻസ് ഉള്ള കുറേ നമ്പർ ഓഫ് റെസിസ്റ്റൻസ് തരികയാണെങ്കിൽ അതിൻ്റെ സീരീസ് കാണാനായിട്ട് R × N എടുത്താൽ മതി. ഓക്കെ. ഇനി അതുപോലെ ഒരേ വാല്യൂ ഉള്ള റെസിസ്റ്റേഴ്സ് കുറേ നമ്പർ തരികയാണെങ്കിൽ അതിൻ്റെ പാരലൽ കാണണമെങ്കിൽ നമ്മൾ എടുക്കേണ്ട ഇക്വേഷൻ R/N എടുത്താൽ മതി. സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. കൂട്ടി നോക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞ മനസ്സിലായിരിക്കുന്നു. ഒരേ വാല്യൂ ഇരിക്കുന്നത് മാത്രം. ഡിഫറെൻറ്റ് വാല്യൂസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1/R1 + 1/R2 എടുത്തിരിക്കണം. ഒരേ വാല്യൂ ആണെങ്കിൽ നമുക്ക് R/N എന്നുള്ള ഇക്വേഷൻ വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം? റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, മനസ്സിലായിരിക്കണമല്ലോ. ഓക്കെ. ഈ പാഠത്തിൽ ഇതേപോലെ നമുക്ക് ഒരു പ്രധാനപ്പെട്ട ഇതാണ് നിക്രോം വയറും പിന്നെ മറ്റേ ഹീറ്റിംഗ് കോയിലുകൾ. ഹീറ്റിംഗ് കോയിൽ, ഹീറ്റിംഗ് ഫിലമെൻറ്റ്. ഓക്കെ. അത് മിക്കവാറും പരീക്ഷയ്ക്ക് അതിൻ്റെ പ്രത്യേകത ചോദിക്കാറുണ്ട്. ചിലപ്പോൾ അത് മാച്ച് ദ ഫോളോയിങ്ങിൽ വരാറുണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഒന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ പഠിക്കാം. ഇപ്പോൾ ഹീറ്റിംഗ് കോയിലായിട്ട് നിങ്ങൾ എടുക്കുന്നത് നിക്രോമാണ് അല്ലേ? ഹീറ്റിംഗ് ഫിലമെൻ്റായിട്ട് എടുക്കുന്നത് ടങ്സ്റ്റൺ ആണ്. ഈ നിക്രോം ആണെങ്കിലും ടങ്സ്റ്റൺ ആണെങ്കിലും രണ്ടിൻ്റെയും പ്രത്യേകതകൾ സിമിലർ ആണ്. എന്തൊക്കെയായിരിക്കും? ടങ്സ്റ്റൺ രണ്ടിനും കോമൺ ആയിട്ട് വരുന്ന 2 ക്യാരക്ടറിസ്റ്റിക്സ് ഇല്ലേ? ഒന്ന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, പിന്നെ ഹൈ റെസിസ്റ്റിവിറ്റി ഉണ്ട്. അപ്പോൾ ഹീറ്റിംഗ് കോയിൽ എടുത്താലും ഹീറ്റിംഗ് ഫിലമെൻ്റ് എടുത്താലും നിക്രോം ആണെങ്കിലും ടങ്സ്റ്റൺ ആണെങ്കിലും രണ്ടിൻ്റെ പ്രത്യേകതകൾ സെയിം ആണ്. ഹൈ മെൽറ്റിംഗ് പോയിന്റും ഹൈ റെസിസ്റ്റിവിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഭാഗത്തിൻ്റെ കാര്യം പഠിച്ചു കഴിഞ്ഞു. പിന്നെ അതിൽ വരാവുന്ന മറ്റൊരു ചോദ്യമാണ് ഫ്യൂസ് വയർ അല്ലേ? ഫ്യൂസ് വയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ടിൻ ആൻഡ് ലെഡ് ആണ് അല്ലേ? അവിടെ അതിൻ്റെ പ്രത്യേകത വരുന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണോ? അല്ല, ലോ മെൽറ്റിംഗ് പോയിന്റ് ആണ് അല്ലേ? അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഈ ഭാഗം വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ ഈ റിലേഷൻ വരുന്ന ഒരു കാര്യം വസ്തുത നോക്കിയിട്ടുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞ ശ്രദ്ധിച്ചിട്ടില്ലേ? മിക്കവാറും ചിലപ്പോഴൊക്കെ റിലേഷൻ വെച്ചിട്ട് റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് വേർഡ് പെയറുകൾ അല്ലേ? ഉദാഹരണത്തിന് ഇപ്പോൾ ടങ്സ്റ്റൺ ഫിലമെന്റ് ബൾബ്, ഇൻകാൻസൻ ലാമ്പ്, അതുപോലെ താഴെ ചിലപ്പോൾ വേറെ ഇപ്പൊ നിക്രോം ആണെങ്കിൽ പൂരിപ്പിക്കുക. അപ്പൊ ഈ റിലേഷൻ വെച്ചിട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ ചിലപ്പോൾ ഇതിന് വരാറുണ്ട്. പിന്നെ അതുകൂടാതെ ഇതിൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് എനർജി ചേഞ്ചസ് അല്ലേ? എനർജി ചേഞ്ച്. ഉദാഹരണത്തിന് ഹീറ്റർ, വാട്ട് ഇസ് എനർജി ചേഞ്ച്? ഹീറ്റ് എനർജി. അങ്ങനെയുള്ള എനർജി ചേഞ്ചുകൾ. പിന്നെ എഫക്റ്റ്. ഉദാഹരണം ഹീറ്റർ ആണെങ്കിൽ ഹീറ്റിംഗ് എഫക്റ്റ്, ഇൻകാൻഡസൻ ലാമ്പ് ആണെങ്കിൽ ലൈറ്റിംഗ് എഫക്റ്റ്. അങ്ങനെയുള്ള എഫക്റ്റുകളും ചിലപ്പോൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മളൊന്ന് കോമൺ ആയിട്ട് പഠിച്ചു വയ്ക്കുകയാണെങ്കിൽ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന മിക്കവാറും ചോദ്യങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും. അതുപോലെ മാഷ ഇപ്പോൾ നമുക്ക് ഫ്ലെമിങ്ങിന്റെ 2 ലോ ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ വരാം. ഈ വലത്തേക്ക് ഇടത്തേക്ക് എപ്പോഴും മാറി പോകുന്നല്ലേ? അതാണ് പ്രശ്നമല്ലേ? ഓക്കെ. അതിൽ ഫ്ലെമിങ്സിന്റെ 2 നിയമങ്ങളുണ്ട്. ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉണ്ട്, റൈറ്റ് ഹാൻഡ് റൂൾ ഉണ്ട്. ഓക്കെ. അതിൽ ഓർക്കേണ്ട കാര്യം മോട്ടർ വന്നിരിക്കുക, മോട്ടർ, ലൗഡ് സ്പീക്കർ, ഇത് 2 വന്നു കഴിഞ്ഞാൽ ഫ്ലെമിങ്സിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. 3ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ട്. അവിടെ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് റൂളാണ് വരുന്നത്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ജനറേറ്റർ. പിന്നെ ജനറേറ്ററിന് തന്നെ പ്രിൻസിപ്പിളുള്ള മറ്റൊരു ഡിവൈസ് ഉണ്ട്. ഏതാ? മൂവിങ് കോയിൽ, മൈക്രോഫോൺ. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. മോട്ടോർ വരുമ്പോൾ, ലൗഡ് സ്പീക്കർ വരുമ്പോൾ ഫ്ലെമിങ്ങിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഇനി ജനറേറ്റർ വരുമ്പോൾ മൂവിങ് കോയിൽ, മൈക്രോഫോൺ വന്നു കഴിഞ്ഞാൽ ഫ്ലെമിങ്ങിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളാണ്. ഇത് കമ്പയർ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു കാരണവശാലും തെറ്റിപ്പോവില്ല. പിന്നെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ മറ്റൊരു റൂൾ കൊണ്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. മാക്സ്വെല്ലിന്റെ തമ്പ് റൂൾ പഠിക്കുന്നുണ്ട് അല്ലേ? തമ്പ് റൂൾ പഠിക്കുന്നുണ്ട്. അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം എന്തിനാ തമ്പ് എന്തിനാ സൂചിപ്പിക്കുന്നത്? തമ്പ് കറണ്ട് ഡയറക്ഷൻ ആണ്. ബാക്കിയുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റുണ്ടാവുന്ന മാഗ്നറ്റിക് ഫീൽഡിന് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ മാക്സ്വെല്ലിന്റെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ഈ 3 റൂളുകളൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ഒരിക്കലും നമുക്ക് തെറ്റിക്കാണ്ട് പഠിക്കാം. ഓക്കെ. പിന്നെ ഈ സെക്കൻഡ് ചാപ്റ്ററിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമുണ്ട്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്. ഈ നോർത്തും സൗത്തും തിരിച്ചറിയുന്ന പരിപാടിയില്ലേ? ആന്റി ക്ലോക്ക് വൈസ് അതെങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുള്ളത്? അത് മനസ്സിലായിട്ടില്ല. കാരണം
കാണിച്ച് നമ്മൾ കണ്ടിട്ടില്ലല്ലോ അങ്ങനെ. കണ്ടിട്ടില്ല. അതായത് കറണ്ട് കടന്നു പോകുമ്പോൾ ഇത് സൗത്താണ് നോർത്ത് പറയുന്നു, പക്ഷെ ഇത് കാണാൻ പറ്റുന്നില്ലല്ലോ. നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അതാണ് അതിന്റെ പ്രശ്നം. നമ്മൾ ഇമാജിൻ ചെയ്യാണ് അല്ലേ. ആക്ച്വലി ഫോട്ടോ മാത്രമേ കണ്ടിട്ടുള്ളൂ അതിനെ പറ്റിയിട്ട്. അതൊരു ഇമാജിനേഷൻ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ പോകുന്നുണ്ട്, പക്ഷെ നമുക്ക് അത് കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അത് ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, ഒരു റൗണ്ട് വരയ്ക്കുക. ആ റൗണ്ടിൽ നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് നമ്മൾ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എസിൻ്റെയും എന്നിൻ്റെയും അറ്റത്ത് ഓരോ ആരോ കൊടുത്തു എന്നിരിക്കുക അല്ലേ. എസിൻ്റെ അറ്റത്ത് ആരോ കൊടുത്താൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കുമല്ലോ, ശരിയല്ലേ. അപ്പോൾ ക്ലോക്ക് വൈസിലാണ് കറണ്ട് പോകുന്നതെങ്കിൽ അത് സൗത്ത് പോൾ ആയിരിക്കും. മനസ്സിലായല്ലേ. ഇനി എന്നിൻ്റെ അറ്റത്ത് ആരോ കൊടുത്ത് നോക്കി, ഒന്ന് താഴേക്ക് ഒന്ന് മേളിലേക്ക് ആയിരിക്കില്ല, അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കുമല്ലോ പോവുക. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ കറണ്ട് കടന്നു പോകുന്നത് എന്തായിരിക്കും, നോർത്ത് ആയിരിക്കും. അപ്പോൾ ഇത്രയുള്ള ആ റൗണ്ടിന് ചുറ്റും ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസും വരച്ചിട്ട് എസ് തന്നെ എവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും നോക്കുക. സംഗതി ഓക്കെ, അങ്ങനെ ഈസിയായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് ഈ രണ്ടാമത്തെ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്ന മിക്കവാറും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇതുപോലെ പക്ഷേ നമ്മൾ കുറേ പ്രിൻസിപ്പിൾസ് പഠിക്കേണ്ടത്, ഇത് നമുക്ക് ഏതൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് ബന്ധപ്പെടുത്തി പഠിക്കാൻ എളുപ്പത്തിൽ. അതായത് നമ്മൾ ഫിസിക്സിൽ ഇപ്പോൾ ഒരുപാട് പ്രിൻസിപ്പിൾസ് പഠിക്കണ്ടല്ലോ അല്ലേ. ഇപ്പോൾ ഉദാഹരണത്തിന് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉള്ളത് പ്രിൻസിപ്പിളാണ്, പിന്നെ മോട്ടോർ പ്രിൻസിപ്പിൾ ഒരു പ്രിൻസിപ്പിളാണ്, പിന്നെ മ്യൂച്വൽ ഇൻഡക്ഷൻ, ഇതൊക്കെ ഓരോ പ്രിൻസിപ്പിളാണ്. ഇതെല്ലാം ഓരോ പ്രിൻസിപ്പിളും ഓരോ ഡിവൈസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അല്ലേ. ഉദാഹരണത്തിന് മോട്ടോർ എടുത്തു കഴിഞ്ഞാൽ മോട്ടോറിന് തന്നെ സിമിലർ ആയിട്ടുള്ളതാണ് എന്ത്, ലൗഡ് സ്പീക്കർ, മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. അവിടെ നമ്മൾ എടുക്കേണ്ട പ്രിൻസിപ്പിൾ ഫ്ലെമിങ്ങിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് അല്ലേ. അല്ലെങ്കിൽ മോട്ടോർ പ്രിൻസിപ്പിൾ എഴുതിയാൽ മതി, അവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഇനി ജനറേറ്റർ എടുത്താൽ ജനറേറ്ററും അതുപോലെ മൂവിങ് കോയിൽ മൈക്രോഫോൺ എടുത്താൽ അവിടെ അപ്ലൈ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണമാണ്. ട്രാൻസ്ഫോമറിലേക്ക് വരുമ്പോൾ അവിടെ നിങ്ങൾ ഉപയോഗപ്പെടുന്ന പ്രിൻസിപ്പിൾ മ്യൂച്വൽ ഇൻഡക്ഷനാണ്. അപ്പോൾ ഈ 3 പ്രിൻസിപ്പിളും പഠിക്കുകയാണെങ്കിൽ ആ ഓരോ ഡിവൈസുമായി ബന്ധപ്പെട്ട പ്രിൻസിപ്പിൾ ചോദിക്കുകയാണെങ്കിൽ പരീക്ഷയ്ക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ. ഇതുപോലെ തന്നെ ഞാൻ കണ്ടതാണ് ട്രാൻസ്ഫോമർ നമ്മൾ എത്ര പഠിച്ചു പോയാലും ഈ ഇപ്പോൾ സ്റ്റെപ്പ് ഡൗണും സ്റ്റെപ്പ് അപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയില്ലേ. ഈ സ്റ്റെപ്പ് അപ്പ് സ്റ്റെപ്പ് ഡൗൺ തിരിഞ്ഞു പോകാനായിട്ടൊരു പ്രധാനപ്പെട്ട കാരണം ഈ അത് വരയ്ക്കാൻ പഠിച്ചു എന്നിരിക്കുക. വരയ്ക്കാൻ പഠിച്ചാൽ അത് പ്രശ്നമില്ല. വരയ്ക്കാറിയണില്ല നമുക്കിപ്പോൾ ഏതിലാണ് തിൻ വയർ, അതായത് അങ്ങനെ ആ ഒരു കൺഫ്യൂഷൻ ആണ്, തിൻ വയർ എവിടെയാണ് തിക്ക് വയർ എവിടെയാണ്. അപ്പോൾ വസ്തുത ഒരു കാര്യം ആലോചിച്ചാൽ മതി, സ്റ്റെപ്പ് അപ്പ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ചെറിയ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജ്. ഇത് ആദ്യം പഠിച്ചു വയ്ക്കുക. അപ്പോൾ ചെറിയ വോൾട്ടേജിനെ ഉയർന്ന വോൾട്ടേജ് ആക്കണമെങ്കിൽ ഏത് ട്രാൻസ്ഫോമർ ഉപയോഗിക്കും, സ്റ്റെപ്പ് അപ്പ് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ അതിൻ്റെ പ്രൈമറി കോയിലിൻ്റെ എണ്ണം കുറവായിരിക്കണമോ കൂടുതലായിരിക്കണോ, പ്രൈമറിയിലാണ് നമ്മൾ ഇൻപുട്ട് കൊടുക്കുക അല്ലേ, അത് കുറവായിരിക്കും. അപ്പോൾ അവിടെ കുറവായിരിക്കും അല്ലേ. ഇനി ഔട്ട്പുട്ട് എടുക്കുന്നത് എവിടെയാണ്, സെക്കൻഡറിയിലാണ്. അപ്പോൾ ഔട്ട്പുട്ടിൽ വോൾട്ടേജ് കൂടുതൽ കിട്ടണമെങ്കിൽ എന്ത് വേണം, കൂടുതൽ കോയിൽ വേണം. അപ്പോൾ ക്ലിയർ ആയല്ലോ, സ്റ്റെപ്പ് അപ്പിൽ പ്രൈമറി ചുറ്റുകളുടെ എണ്ണം കുറവാണ്, സെക്കൻഡറി ചുറ്റുകളുടെ എണ്ണം കൂടുതലാണ്. ക്ലിയർ ആണല്ലോ, അത് കൺഫേം ആയില്ലേ. ഇനി പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണല്ലോ, വോൾട്ടേജ് കുറവാകുമ്പോൾ കറണ്ട് കൂടുതലായിരിക്കും. ഓക്കെ, കറണ്ട് കൂടുതലാണെങ്കിൽ തിൻ വയർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉരുകി പോകാനുള്ള സാധ്യതയില്ലേ. അപ്പോൾ കറണ്ട് കൂടുതൽ എവിടെയാണോ അവിടെ നമ്മൾ ഏത് വയർ ഉപയോഗിക്കണം, തിക്ക് വയർ ഉപയോഗിക്കണം. അപ്പോൾ സ്റ്റെപ്പ് അപ്പിൻ്റെ പ്രൈമറിയിൽ ഉപയോഗിക്കേണ്ട വയർ തിക്കായിരിക്കണം, സെക്കൻഡറിയിൽ തിൻ വയർ ആയിരിക്കണം. ഈ സാധനം ഉണ്ടല്ലോ, ഈ സ്റ്റെപ്പ് അപ്പിൻ്റെ സ്ട്രക്ചർ നേരെ തിരിച്ചു വയ്ക്കുക, സ്റ്റെപ്പ് ഡൗൺ ആയി. അതിൻ്റെ സെക്കൻഡറി പ്രൈമറി ആക്കുക, പ്രൈമറി സെക്കൻഡറി ആക്കുക. അപ്പോൾ ഞാൻ പറയാറുണ്ട്, പൊതുവെ കുട്ടികൾ പറയാറുണ്ട്, ഈ സ്റ്റെപ്പ് അപ്പും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ വന്നു എന്നിരിക്കുക, പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരുന്നു, എവിടെയാണ് ചുറ്റുള്ള എണ്ണം കുറവ്, എവിടെയാണ് കൂടുതൽ, എവിടെയാണ് തിക്നെസ് കൂടുതൽ, അങ്ങനെ കൺഫ്യൂഷൻ വന്നു എന്നിരിക്കുക. വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേപ്പറിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ചിത്രം കൃത്യമായിട്ട് വരച്ചു വയ്ക്കുക. ആ വരച്ചു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം എഴുതി കൂടെ, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം നമുക്ക് മനസ്സിൽ നിന്നിട്ട് എഴുതാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് അവിടെ എഴുതി വെക്കുക, വരച്ച് വെച്ചിട്ട് ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് ഉത്തരം അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒട്ടും തെറ്റാതെ ഉത്തരം എഴുതാൻ പറ്റും. അപ്പോൾ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, ഒരു 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തരും. ആ 4 സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ട് ഇതിൽ നിന്ന് സ്റ്റെപ്പ് അപ്പിൻ്റെ ഏതാണ്, സ്റ്റെപ്പ് ഡൗണിൻ്റെ ഏതാണ്, ചിലപ്പോൾ കാറ്റഗറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ടാബുലേറ്റ് ചെയ്യാനോ വരും. ആ 4 സ്റ്റേറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും അല്ലേ. പ്രൈമറിയിൽ വോൾട്ടേജ് കുറവാണ്, സെക്കൻഡറി വോൾട്ടേജ് കൂടുതലാണ്, ഫോട്ടോ കണ്ടിട്ടുള്ള ഉള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ നമുക്ക് അനലൈസ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഒരു ചിത്രം വരച്ച പരിപാടി കഴിഞ്ഞു. അപ്പോൾ ചിത്രം വരയ്ക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു എബിലിറ്റിയാണ്. അത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായിട്ട് ഉത്തരം എഴുതാം. അപ്പോൾ ആ ട്രാൻസ്ഫോമറിൻ്റെ കാര്യത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ ഏറ്റവും നല്ല മാർഗ്ഗം അതാണ്. പക്ഷെ അത് ഇപ്പോൾ മോഡൽ കഴിഞ്ഞല്ലേ ഉള്ളൂ, അതിൽ ഈ ACD-യും DCD-യും ഗ്രാഫ് ഇല്ലേ, ഈ പ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു.
അതിൽ ആ ചോദ്യത്തിൽ കുറച്ച് കൺഫ്യൂഷൻ ഇല്ല. കാരണം ഡി സിയുടെ ഇതാണ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ അതിൽ രണ്ടെണ്ണം ഒരേപോലെ ഡി സിയുടെ തന്നിട്ടുണ്ട്. നമ്മളത് കണ്ട് ശീലിച്ചിട്ടില്ല. കാരണം നമ്മൾ 2 ഗ്രാഫ് കണ്ടിട്ടുള്ളൂ, എ സി ഡിയും ഡി സി ഡിയും മാത്രം. മാത്രമേ ഉള്ളൂ. ആ അതിൽ ഒരെണ്ണത്തിൽ എന്തോ ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവർ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ അറിയാത്തത് വരുമ്പോൾ ഈ ഗ്രാഫിന്റെ കാര്യത്തിൽ അതെങ്ങനെ? ശരി, ഈ എ സിയുടെയും ഡി സിയുടെയും ഗ്രാഫുകൾ നമ്മൾ ശരിയായിട്ട് പഠിച്ചിരിക്കണം. അതായത് എ സിയുടെ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, ഗ്രാഫ് എപ്പോഴും നമ്മൾ എടുക്കുന്നത് എക്സ് വൈ ആക്സിസിലായിരിക്കും അല്ലേ. അപ്പോൾ എ സിയുടെ ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ എക്സ് ആക്സിസിന് മുകളിൽ ഒരു പോസിറ്റീവ് ഉണ്ടാവും, ദെൻ താഴേക്ക് ഒരു നെഗറ്റീവ് സൈക്കിൾ ഉണ്ടാവും. അതാണ് എ സിയുടെ ഗ്രാഫ് വരിക. എന്ന് വെച്ചാൽ എക്സ് ആക്സിസിന് മുകളിൽ മാത്രമാണ് ഡി സിയുടെ ഗ്രാഫ് പോവുക, പോസിറ്റീവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇനി ഡി സി ബാറ്ററി ആണെന്നുണ്ടെങ്കിൽ അവിടെ സെയിം ഇൻറ്റൻസിറ്റി ഉള്ള കറണ്ട് ആയിരിക്കും. അപ്പോൾ അവിടെ വരുന്ന ഗ്രാഫ് എപ്പോഴും എക്സിന് പാരലായിട്ട് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. ഇതാണ് 3 ഗ്രാഫുകൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷേ ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം ചോദ്യം ഇതായിരുന്നു. ഒരു ഡി സി ജനറേറ്റർ അല്ലേ, ആ ഡി സി ജനറേറ്ററിന്റെ ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഗ്രാഫ് തിരഞ്ഞെടുക്കുക. 4 ഗ്രാഫ് വന്നിട്ടുണ്ട് അല്ലേ. അതിൽ ഭൂരിഭാഗം പിള്ളേരും തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചിന്തിക്കുന്ന കാര്യം ഡി സി ജനറേറ്റർ ആണല്ലോ. ഡി സി ജനറേറ്ററിലാണെങ്കിൽ കറണ്ട് ഉണ്ടാവുന്നത് എന്താ? ഡി സി ആണ്. അപ്പോൾ ആൾക്കാർ എന്ത് ചെയ്യും? നേരെ ഡി സിയുടെ ഗ്രാഫ് എടുത്ത് എഴുതി വെക്കും, നേരെ എഴുതി വെച്ചു. പക്ഷെ ചോദ്യം അങ്ങനെയല്ല. ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ടിന്റെ ഗ്രാഫാണ് ചോദിച്ചേക്കുന്നത്, ആർമേച്ചറിൽ ഉണ്ടാവുന്ന ഇ എം എഫിന്റെ ഗ്രാഫാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ എ സി ജനറേറ്റർ എടുത്താലും ഡി സി ജനറേറ്റർ എടുത്താലും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് എപ്പോഴും എ സി അല്ലേ അല്ലേ. അവിടെ എപ്പോഴും 2 ഡയറക്ഷനിലും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന കറണ്ടാണ് അവിടെ ഉണ്ടാവുന്നത്. അതിൽ യാതൊരു മാറ്റമില്ല. പക്ഷേ ഡി സി ജനറേറ്ററിൽ അതിന്റെ പുറമെ ഏതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് കേട്ടില്ലേ? ആ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? ഇതിനെ ഡി സി ആക്കി മാറ്റുന്നത്. അപ്പോൾ കുട്ടികൾ ഓർത്തിരിക്കേണ്ട കാര്യം, എ സി ജനറേറ്റർ ആണെങ്കിലും ഡി സി ജനറേറ്റർ ആണെന്നുണ്ടെങ്കിലും ആർമേച്ചറിൽ ഉണ്ടാവുന്ന കറണ്ട് എപ്പോഴും ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആണെന്നുള്ള കാര്യം മനസ്സിൽ ഉറപ്പിച്ച് വെക്കണം. ചോദ്യം കൃത്യമായിട്ട് വായിച്ചു നോക്കണം. അതാണ് പലപ്പോഴും ഈ ഫിസിക്സിൻ്റെ കെമിസ്ട്രിയുടെ പരീക്ഷയ്ക്ക് വരുന്ന പ്രശ്നമാണ്. നമ്മൾ ചോദ്യം ഒറ്റയടിക്ക് കാണുമ്പോഴേക്കും ധൃതി പിടിച്ച് ഉത്തരം എഴുതി വയ്ക്കും. പിന്നെ നമ്മൾ പിന്നെ ആവശ്യത്തേക്ക് തിരിഞ്ഞു നോക്കും. ശരിയാണെന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ ശരിയാണല്ലോ, നമ്മൾ കാണുമ്പോൾ ശരിയാണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതി വയ്ക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള ചില കുബുദ്ധികളുണ്ടാവും. ആ കുബുദ്ധികളെ നമ്മൾ തിരിച്ചറിഞ്ഞ് ഉത്തരം എഴുതാൻ ശ്രമിക്കണം. അപ്പോൾ എല്ലാ ചോദ്യങ്ങളും വളരെ കൃത്യമായി ധൃതി പിടിക്കാതെ വായിക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. പല കുട്ടികളും അത് ശ്രദ്ധിച്ച് വായിക്കുക എന്ന് പറയുന്ന കാര്യത്തിൽ പല കുട്ടികളും കുറച്ച് പിന്നോക്കമാണ്. അത് ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പരീക്ഷയ്ക്ക് വരുന്ന ചില ഹേസ്റ്റ്നെസ് ഉണ്ടല്ലോ, ധൃതി, അല്ലെങ്കിൽ ഒരു വെപ്രാളം, അല്ലെങ്കിൽ ഒരു ടെൻഷൻ ഉണ്ടാവും. ആ ടെൻഷനൊക്കെ വരുമ്പോഴാണ് ചിലപ്പോൾ ഇത്തരത്തിൽ സ്പീഡിൽ അങ്ങോട്ട് വായിച്ച് എത്രയും പെട്ടെന്ന് പണിയെടുത്ത് പോകാന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നപ്പോഴായിരിക്കും ചിലപ്പോൾ. അപ്പോൾ എല്ലാ കുട്ടികളും പരീക്ഷ എഴുതുന്ന സമയത്ത് ബി കൂൾ, എപ്പോഴും കൂളായിരിക്കുക. വളരെ കൂൾ മൈൻഡായിട്ട് ക്വസ്റ്റ്യൻസ് നല്ല സമചിത്തതയോടെ വായിക്കാനുള്ളൊരു എബിലിറ്റി ഉണ്ടാക്കിയെടുക്കണം. അതാണ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഉണ്ടാക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു കഴിവ്. ഓക്കെ, ആ കഴിവ് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ കൂൾ ഓഫ് ടൈം ശരിക്കും യൂട്ടിലൈസ് ചെയ്യുക. അവിടെ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്താൽ സംഗതി ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ജനറേറ്ററിലെ ഗ്രാഫുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം. പിന്നെ ഈ ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും ഭാഗങ്ങൾ സംശയങ്ങളുണ്ടോ? പറഞ്ഞല്ലോ. ഓക്കെ, ഇതിൽ ഈ സേഫ്റ്റി ഫ്യൂസിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ നമുക്കറിയാലോ ഷോർട്ട് സർക്യൂട്ട് പിന്നെ ഓവർലോഡ്, ഈ 2 കാര്യങ്ങൾക്ക് ഒരു സേഫ്റ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സേഫ്റ്റി ഫ്യൂസ് യൂസ് ചെയ്യാന്നുള്ള കാര്യം. അത് സിമ്പിളായ ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് ഈ ഫേസ് ലൈൻ, എർത്ത് ലൈൻ, പിന്നെ ന്യൂട്രൽ ലൈൻ, ഇത് 3 പേരുണ്ടല്ലോ. ഇതിപ്പോ കറക്റ്റ് ആയിട്ട് ഇപ്പൊ ഈ മീറ്ററും കഴിഞ്ഞ് MCB ഇതൊക്കെ വരുന്നുണ്ട്. ഇതിൽ എർത്ത് ലൈൻ ഇടയ്ക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കഴിഞ്ഞ പരീക്ഷയിലൊക്കെ. ഈ എർത്ത് ലൈൻ എന്താണ് എർത്ത് അത് മാത്രമല്ല, അത് എങ്ങനെ ചോദ്യത്തിലേക്ക് വരുമ്പോ അത് മര്യാദയ്ക്ക് വായിച്ചെടുക്കാനും കറക്റ്റ് ഉത്തരം ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. ഈ എർത്ത് ലൈൻ നമുക്കറിയില്ല, ഇപ്പോൾ ഒരു 3 പിൻ പ്ലഗ് എടുക്കാന്ന് വരിക. 3 പിൻ പ്ലഗ് എടുത്തു കഴിഞ്ഞാൽ 3 പോയിന്റ് ഉണ്ടാവും അല്ലേ. അതിലൊന്ന് ഫേസ് ആയിരിക്കും, രണ്ടാമത്തെ ന്യൂട്രൽ ആയിരിക്കും, പിന്നെ മുകളിൽ കാണുന്ന വലിയ പിന്ന് എർത്ത് ലൈൻ ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ വലിയ പിന്നിൻ്റെ പ്രത്യേകത, എർത്ത് പിന്നിൻ്റെ പ്രത്യേകത, അതിന് തിക്നെസ് കൂടുതലായിരിക്കും, ലെങ്ത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ ഈ എർത്ത് പിന്നെന്ന് പറയുന്നത് കണക്ട് ചെയ്യുന്നത് എവിടേക്കാണെന്ന് വസ്തുവിനെ അറിയോ? അല്ല, നമ്മളിപ്പോൾ ഒരു ഹീറ്റർ എടുത്തു, ഒരു ഹീറ്റർ എടുക്കുകയാണെങ്കിൽ ഹീറ്ററിൽ 3 പിൻ പ്ലഗ് ഉണ്ടാവുമല്ലോ. ആ 3 പിൻ പ്ലഗിൽ ഫേസിലൂടെയും ന്യൂട്രലിലൂടെ നമ്മൾ കറണ്ട് കൊടുക്കുന്നു. അതിൻ്റെ എർത്ത് പിൻ നമ്മൾ കണക്ട് ചെയ്യുന്നത് ഹീറ്ററിൻ്റെ ഏത് ഭാഗത്തേക്കാണെന്ന് അറിയോ? അറിയില്ല. അത് കണക്ട് ചെയ്യുന്നത് ഹീറ്ററിൻ്റെ മെറ്റൽ കേസിലേക്കാണ്. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മെറ്റൽ കേസിലേക്ക് എർത്ത് ലൈൻ കണക്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ ഇൻ കേസ് ഒരു വൈദ്യുതി ലീക്കേജ് വന്നിരിക്കുക, ലീക്കേജ് വന്നു കഴിഞ്ഞാൽ നമ്മളെങ്ങാനും തൊട്ട് കഴിഞ്ഞാൽ അവൻ നമ്മുടെ ശരീരത്തിലൂടെ കടന്നുപോയാൽ നമ്മുടെ കാര്യം തീരുമാനമാകും അല്ലേ. നേരെ മറിച്ച് അവിടെ കറണ്ടിന് വേറൊരു വഴി ഉണ്ടെങ്കിലോ,
അവൻ അത് അതിലൂടെ ഒഴിവാക്കുമ്പോൾ അതിലൂടെ നമ്മുടെ പോയിക്കോളും. വിലക്ക് വരും. നമ്മളെ വിലയ്ക്ക് വരില്ലല്ലോ. അപ്പോൾ അതിനുള്ള ഒരു ഷോർട്ട് കട്ടാണ് എന്ത് എർത്ത്. ഉം. അപ്പോൾ എങ്ങാനും ഈ മെറ്റൽ കേസിൽ കറണ്ട് വന്നു എന്നിരിക്കുക, ഉം. വന്നു കഴിഞ്ഞാൽ കറണ്ട് നേരെ എർത്തിലൂടെ നേരെ ഭൂമിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ സേഫായി. ആ. ഇതാണ് എർത്ത് ലൈനിൻ്റെ പ്രത്യേകത. അപ്പോൾ എർത്ത് ലൈൻ എപ്പോഴും കറണ്ട് ഈസി ആയിട്ട് പാസ് ചെയ്യുന്ന ഒരു ലൈൻ ആയിരിക്കണം. അപ്പോൾ ഈസി ആയിട്ട് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ എപ്പോഴും റെസിസ്റ്റൻസ് കുറവായിരിക്കണമല്ലോ. ഉം. അതിനാണ് നമ്മൾ എന്ത് വയർ ഉപയോഗിക്കുന്നത്? തിക്ക് വയർ ഉപയോഗിക്കുന്നത്. തിക്ക് വയറല്ല, തിക്ക് പിൻ ഉപയോഗിക്കണം. ആ. തിക്ക് പിൻ ഉപയോഗിക്കാനുള്ള കാരണം അവിടെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. കുറയ്ക്കുമ്പോൾ ഈസി ആയിട്ട് കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. അതെങ്ങനെയാ? കാരണം ഇത്രയും നാള് സ്കൂളിൽ പഠിപ്പിങ്ങനെ തിക്ക് വയറാകുമ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നാണ്. ഇല്ലല്ലോ, തിക്ക് വയർ റെസിസ്റ്റൻസ് കൂടുതലല്ലോ. അത് അങ്ങനെ പറയാറുണ്ടല്ലോ. ഇല്ലല്ലോ, വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയല്ല ചെയ്യുക. അങ്ങനെയാണോ പറയാറ്? അങ്ങനെയാണ്. ആ. അങ്ങനെയാണ്. വണ്ണം കുറയുമ്പോൾ, അതായത് വയറിൻ്റെ വണ്ണം കൂടുമ്പോൾ റെസിസ്റ്റൻസ് കുറയും. വയറിൻ്റെ വണ്ണം കുറഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടും. ഇങ്ങനെ ആ, ഇരുന്നില്ലേ? അങ്ങനെയാണ്. ഇൻവേഴ്സലി പ്രൊപ്പോർഷണൽ ആണ്. ആഹാ. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ മെറ്റൽ കേസിലെങ്ങാനും കറണ്ട് ലീക്കേജ് വന്നു കഴിഞ്ഞാൽ കറണ്ട് നേരെ വണ്ണം കൂടിയ റെസിസ്റ്റൻസ് കുറഞ്ഞ പാത്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സേഫായി. ഉം. അതിനാണ് നമ്മൾ എർത്ത് ലൈൻ യൂസ് ചെയ്യുന്നത്. ഉം. അപ്പോൾ എർത്ത് ലൈൻ സാധാരണ നമ്മൾ കണക്ട് ചെയ്യുന്നത് ആ വലിയ പിന്നിലേക്കായിരിക്കും. നീളം കൂടിയ വണ്ണം കൂടിയ പിന്നിലേക്കായിരിക്കും. ഉം. നീളം കൂട്ടി വെക്കാൻ ഒരു കാരണം കൂടെ ഉണ്ട്. ഉം. അതായത് നമ്മൾ കണക്ട് ചെയ്യുമല്ലോ, ആ. കണക്ട് ചെയ്യുമ്പോൾ ആദ്യം കണക്റ്റഡ് ആവുന്നത് എർത്തായിരിക്കും എർത്തായിരിക്കും. തിരിച്ച് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കണക്റ്റഡ് ആവുന്നത് എർത്ത്. എർത്താണ്. അപ്പോൾ സേഫ്റ്റി കൂടുതലാണ്. ആ. അതിനു വേണ്ടിയാണ് നീളം കൂട്ടിയിട്ട് വയ്ക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എർത്ത് ലൈൻ യൂസ് ചെയ്യുന്നത്. ഉം. മനസ്സിലായിരിക്കുന്നു. ഇതുപോലെ ഈ വലിയൊരു വെയിറ്റേജ് ഉള്ള പാടല്ലേ ഈ റിഫ്ലക്ഷനും റിഫ്രാക്ഷനും. റിഫ്രാക്ഷൻ വെയിറ്റേജ് കൂടിയ പാഠങ്ങളാണ്. അതില് രണ്ടിലും ഒരേപോലത്തെ ഇക്വേഷനാണ് കാണുമ്പോൾ. എന്നാൽ വ്യത്യാസമുണ്ട്, കാരണം ഇടയ്ക്കിടയ്ക്ക് തെറ്റാറുണ്ട് അത്. ഈ പ്ലസ് മൈനസ് ആയിരിക്കും പ്രശ്നം വരും അല്ലേ? ഈ പ്ലസും മൈനസും മനസ്സിലാക്കാൻ ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഉം. സാധാരണ റിഫ്ലക്ഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു മിറേഴ്സ് ആണ് ഉം. അല്ലേ? നേരെ മറിച്ച് റിഫ്രാക്ഷൻ ആണെങ്കിൽ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ലെൻസസ് ആണ്. Lens. അപ്പോൾ ആദ്യം മനസ്സിൽ ഓർത്ത് വെക്കേണ്ട കാര്യം, റിഫ്രാക്ഷൻ വരുമ്പോൾ ലെൻസുകളും റിഫ്ലക്ഷൻ വരുമ്പോൾ മിറേഴ്സ് ആണെന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക. ഉം. മിറേഴ്സ് മീൻസ് ദർപ്പണങ്ങൾ, മലയാളത്തിൽ ദർപ്പണങ്ങൾ എന്ന് പറയും. ഉം. ലെൻസിന് മലയാളത്തിൽ ലെൻസ് തന്നെ പറയാൻ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട കാര്യം MP എന്നുള്ളൊരു വാക്ക് മധ്യപ്രദേശ് എന്നോ അല്ലെങ്കിൽ മെമ്പർ ഓഫ് പാർലമെന്റ് എന്ന് ഓർക്കാം. ഓക്കെ, അതിന് നിങ്ങൾ MP എന്ന് ഓർത്ത് വെച്ചാൽ മിറർ പ്ലസ് എന്ന് ഓർക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇല്ല. മിറർ പ്ലസ്. മിറർ പ്ലസ്. ഓക്കെ, ആ. അവിടെ നിങ്ങൾ ഇക്വേഷനിൽ പ്ലസ് കൊടുക്കുക. ആ. എന്ന് വെച്ചാൽ നമുക്കറിയാം ഇക്വേഷനിൽ വരുന്നത് മിറർ ഇക്വേഷൻ ആണെങ്കിലും ലെൻസ് ഇക്വേഷൻ ആണെങ്കിലും 3 മെഷർമെന്റ്സ് ആണ് വരിക. ഒന്ന് ഫോക്കൽ ലെങ്ത്, ഫോക്കൽ ലെങ്ത്, പിന്നെ ഒബ്ജക്റ്റിന്റെ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനെ നമ്മൾ U എന്ന് പറയും. ആ. പിന്നെ പിന്നെ ഇമേജിലേക്ക് ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് V എന്ന് പറയും. ആ. അപ്പോൾ ഈ 3 ആൾക്കാർ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ മിറർ ഇക്വേഷനിലായാലും ലെൻസ് ഇക്വേഷനിൽ യൂസ് ചെയ്യുന്നത്. ഉം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രകാരം MP മിറർ പ്ലസ് എന്നോർത്ത് 1/F = 1/V + 1/U പ്ലസ് ആണല്ലോ അല്ലേ? ഇതേ ഇക്വേഷൻ നേരെ ലെൻസിലേക്ക് വരുമ്പോൾ റിഫ്രാക്ഷൻ വരുമ്പോൾ എന്താക്കുക? മൈനസ് ആക്കുക. 1/F = 1/V - 1/U. അപ്പോൾ മറ്റടുത്ത് പ്ലസ്, ഇവിടെ മൈനസ്. ബുദ്ധിമുട്ടില്ലല്ലോ. ഇനി ഇതുമായി ബന്ധപ്പെടുത്തി പഠിക്കുമ്പോഴാണ് മാഗ്നിഫിക്കേഷൻ പറയണം. മാഗ്നിഫിക്കേഷനിൽ 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ? M - V/U ഉണ്ട്, V/U ഉണ്ട് അല്ലേ? അപ്പോൾ അവിടെ എങ്ങനെ പ്ലസ് മൈനസ് വരുന്നുള്ള കാര്യം കൂടെ ഇതുമായി ചേർത്ത് പഠിക്കാം. മിററിൽ നമ്മൾ MP മിറർ പ്ലസ് അല്ല പറഞ്ഞു. അവിടെ നിങ്ങൾ മാഗ്നിഫിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ മൈനസ് യൂസ് ചെയ്യുക, നെഗറ്റീവ് വരിക, മൈനസ് ആക്കിയാൽ മതി. സോ M = -V/U കിട്ടിയില്ലേ? അത് അപ്പുറത്തേക്ക് വരുമ്പോൾ ഏതിൽ വരുമ്പോൾ ലെൻസിൽ വരുമ്പോൾ അത് പ്ലസ് ആക്കുക, M = V/U. അപ്പോൾ ഈ 4 കാര്യങ്ങളൊന്ന് കോറിലേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ജന്മം ഉണ്ടെങ്കിൽ നിങ്ങളത് മറക്കില്ല. അത് ഇക്വേഷൻ സിമ്പിൾ ആയില്ലേ? പിന്നെ വേറെ കാര്യം കൂടെ ഉണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരുമ്പോൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഇത് മാത്രം അറിഞ്ഞിട്ട് കാര്യമുണ്ടോ? വേറെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതാണ്? ഓർമ്മയുണ്ടോ? ഒരു വാക്ക് പറയുമല്ലോ, എന്തൊരു മെത്തേഡില്ലേ പ്ലസ് മൈനസ് കൊടുക്കുന്നത്? ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്. അതിൽ നമ്മൾ പറയുന്നത് ഈ ഫോക്കൽ ലെങ്തിനാണെങ്കിലും ഡിസ്റ്റൻസ് ടു ഇമേജ് ആണെങ്കിലും ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് ആണെങ്കിലും പ്ലസ് മൈനസ് കൊടുക്കണമല്ലോ. അത് നിങ്ങൾ പരീക്ഷയ്ക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ കഥയൊക്കെ മാറും. കാരണം ഇക്വേഷനിൽ ഓൾറെഡി മൈനസ് ഒക്കെ ഉണ്ട്. കാര്യമെല്ലാം തീർന്നു. നിങ്ങൾ എത്ര കൃത്യമായിട്ട് പ്രോബ്ലം ചെയ്താലും ഉത്തരം തെറ്റി പോകും. കാരണം പ്ലസ് മൈനസിന് അത്രയധികം പ്രാധാന്യം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. അതിൽ U ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് അത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് നിങ്ങൾ XY ആക്സിസ് എടുത്താൽ മതി അല്ലേ? XY ആക്സിസ് എടുത്തു കഴിഞ്ഞാൽ എക്സിന് മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ പോസിറ്റീവ് ആയിരിക്കും, താഴേക്കുള്ളത് നെഗറ്റീവ് ആയിരിക്കും, ലെഫ്റ്റ് നെഗറ്റീവ് ആയിരിക്കും, റൈറ്റ് പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒബ്ജക്റ്റ് വെക്കുന്നത് ലെഫ്റ്റ് സൈഡിലായിരിക്കുമല്ലോ. അപ്പോൾ എങ്ങനെ വന്നു കഴിഞ്ഞാലും ഡിസ്റ്റൻസ് ടു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ U എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് സംശയം വേണ്ട. പക്ഷേ
പരീക്ഷയ്ക്ക് പ്രോബ്ലം നിങ്ങൾ എഴുതുമ്പോൾ യു ഈസിക്കൽ ടു മൈനസ് എന്ന് അവിടെ എഴുതി വെച്ചിരിക്കണം. മൈനസ് ഇട്ടില്ലെങ്കിലോ തെറ്റും. കഥയൊക്കെ പോകും. അപ്പോൾ ഈ ന്യൂകാർട്ടേജ് സൈൻ കൺവെൻഷനും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലാണ് ഈ മിററിൻ്റെ ഇക്വേഷൻ വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണെങ്കിലും പിന്നെ ലെൻസിൻ്റെ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലംസ് ആണ് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ മാർക്ക് കിട്ടില്ല. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ. അതുപോലെ ഈ റിഫ്രാക്ഷൻ്റെ പാഠത്തിൽ പിന്നെയുള്ളൊരു വലിയൊരു കോൺസെപ്റ്റ് ആണല്ലോ ഈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓക്കെ. അതൊരു കിറാമുട്ടിയാണല്ലേ. ഡൗട്ടുള്ള ഭാഗമാണ്. കാരണം പെട്ടെന്ന് കാണുമ്പോൾ ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്. അത് മാത്രമല്ല അതിൽ പലപ്പോഴും ഇത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുമ്പോൾ സ്പീഡ് കുറയോ അങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടും. ആ കൺഫ്യൂഷൻ ചോദ്യമായിട്ട് വരാറില്ല. ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം ഉണ്ടായിരുന്നല്ലോ അല്ലേ? ഇപ്രാവശ്യം ചോദ്യം ഉണ്ടായിരുന്നു. ഡിസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ അസെൻഡിങ് ഓർഡർ ക്രമീകരിക്കാൻ ചോദ്യം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം മോഡലുണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ ശരിയായ ഒരു കൺഫ്യൂഷൻ ഉള്ളൊരു ഭാഗം തന്നെയാണ്. അവിടെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങളാണ്. 1 ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, 2 സ്പീഡ്, 3 റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ 3 ആൾക്കാരും തമ്മിൽ റിലേഷൻ പഠിച്ചു വയ്ക്കുക. ഇത്രേ ഉള്ളൂ. അത് 3 നിങ്ങൾ എഴുതുക. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ്, പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആയിരിക്കും. സ്പീഡ് കുറവായിരിക്കും. കിട്ടില്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആയിരിക്കും, സ്പീഡ് കുറവായിരിക്കും. ഞാൻ പഠിക്കുമ്പോൾ ഇത് രണ്ടായിട്ട് പഠിച്ച്. അതാ പ്രശ്നം. നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ അത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി സ്പീഡ് തമ്മിൽ പഠിക്കും. അത് പഠിച്ചിട്ടാണ് പിന്നെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് പഠിക്കുക. അവസാനം റിഫ്രാക്റ്റീവ് ഇൻഡെക്സും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ചോദിച്ചാൽ ഉത്തരം കിട്ടില്ല. അതല്ല എൻ്റെ പ്രശ്നം. അപ്പോൾ ഇത് 3 കമ്പയർ ചെയ്ത് പഠിച്ചാൽ മതി. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി, സ്പീഡ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും, സ്പീഡ് കുറവായിരിക്കും. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവായിരിക്കും, സ്പീഡ് കൂടുതലായിരിക്കും. ഈ റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെടുത്തി വരുന്ന ഏത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പല മീഡിയാസ് വരും. എയർ, വാട്ടർ, ഗ്ലാസ്, ഡയമണ്ട് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇതിനെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ ക്രമീകരിക്കാൻ പറയും. അല്ലേ? ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെങ്കിൽ പ്രശ്നമില്ല, സ്പീഡ് ആണെങ്കിലും പ്രശ്നമില്ല, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ചോദിച്ചേക്കണേ. അപ്പോൾ എങ്ങനെ നിങ്ങൾ എഴുതും? അപ്പോൾ ഈ റിലേഷൻ പഠിച്ചു വെച്ചാൽ മതി അല്ലേ? അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും ഹൈ എന്തിനാ? ഡയമണ്ടിനാണല്ലോ അല്ലേ? ഡയമണ്ടിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഹൈ ആണെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹൈ ആയിരിക്കും, അവിടെ സ്പീഡ് കുറവായിരിക്കും. ശരിയല്ലേ? എയറിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ലോ ആണ്, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ലോ ആണ്, സ്പീഡ് കൂടുതലാണ്. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡിസെൻഡിങ് ഓർഡറോ അസെൻഡിങ് ഓർഡറോ അതുമായി ബന്ധപ്പെട്ട ഏത് ചോദ്യങ്ങൾക്കും ശ്രദ്ധിച്ച് വായിച്ച് അനലൈസ് ചെയ്ത് ഉത്തരം എഴുതാൻ പറ്റും. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ കടന്നു പോകേണ്ട ചില പോയിന്റുകളില്ലേ, ആ ചിന്തകളിലൂടെ നിങ്ങൾ കൃത്യമായി കടന്നു പോയാലാണ് എന്ത് ചെയ്യാൻ പറ്റുക? ഉത്തരം എഴുതാൻ പറ്റുക. അത് മാത്രമല്ല ഈ 3 റിലേഷനും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുകയും വേണം. ഈ ഒരു സിമ്പിൾ മെത്തേഡ് മനസ്സിലാക്കിയാൽ എനിക്ക് തോന്നുന്നു വസുദേവ എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? കുഴപ്പമുണ്ടാവില്ലല്ലോ. കുഴപ്പമില്ല. പറഞ്ഞപ്പോൾ ആ പോയിന്റ് വെച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം 2 തരം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉണ്ട് അല്ലേ? അതിൽ മെയിനായിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ളത് അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. അതായത് n=c/v എന്നുള്ള ഇക്വേഷൻ അല്ലേ? സി എന്ന് പറയുന്നത് ലൈറ്റിന്റെ സ്പീഡ്, വാക്യൂത്തിലുള്ള ലൈറ്റിന്റെ സ്പീഡാണ് സി എന്ന് പറയുന്നത്. വി മീൻസ് ഏതൊരു മീഡിയത്തിലാണോ അതിന്റെ സ്പീഡാണ് നമ്മൾ അബ്സല്യൂട്ട് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ദാറ്റ് മീഡിയം എഴുതിയാൽ മതി. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മറിച്ചും തിരിച്ചൊക്കെ ചോദിക്കും അല്ലേ? നമ്മുടെ ദൃശ്യത്തിൽ പറയുന്ന പോലെ തന്നെ മറിച്ചും തിരിച്ചൊക്കെ ചോദിച്ചാൽ നിങ്ങൾ അതിൽ നിന്ന് ഉറച്ചേക്കണമെന്ന് പറയാറില്ലേ? എന്ന് പറയുന്ന പോലെ ഇതിൽ മറിച്ചും തിരിച്ചും ചോദിക്കും. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് വരും, എന്നിട്ട് സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്യൂം ഉണ്ടാവും. കണ്ടുപിടിക്കാൻ നിങ്ങൾ ആ മീഡിയത്തിൽ സ്പീഡ് കണ്ടുപിടിക്കാം. ഇപ്രാവശ്യം ഒരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നല്ലോ, കെറോസിനിലെ തന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ വരും. അപ്പൊ അങ്ങനെ കണ്ടുപിടിക്കാൻ വരുമ്പോൾ ഈ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിക്കാൻ അറിഞ്ഞിരിക്കണം. n=c/v ആണെങ്കിൽ v=c/n ആണെന്ന് അറിയണം അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും ആ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അത് അറിഞ്ഞു കഴിഞ്ഞാൽ അതന്നെ ആ ട്രയാങ്കിൾ വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം? മാർക്ക് സ്കോർ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള ചില നേരത്തെ പറഞ്ഞ ഷോർട്ട് കട്ടില്ലേ, ഈ ചില പൊടിക്കൈകൾ, ഇങ്ങനെയുള്ള ചില പൊടിക്കൈകളാണ് ഫിസിക്സിൽ നമുക്ക് പരീക്ഷയ്ക്ക് നമുക്ക് സഹായപ്പെടുള്ളൂ. അപ്പോൾ ആ ചെറിയ പൊടിക്കൈകളും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഫിസിക്സിൽ പ്രോബ്ലം വന്നാലും അതൊന്നൊരു പ്രോബ്ലമേ ആവില്ല, നമുക്ക് ഈസി ആയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിലുള്ളത് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ, പൂർണ്ണ ആന്തര പ്രതിഫലനം. അതിൽ സംശയമുണ്ടോ? അത് കാരണം വാട്ടറിന്റെ നമുക്ക് കൂടുതൽ ചോദിക്കാറ്. പക്ഷേ വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ എത്രയാ? 48.6 ഡിഗ്രി. ഓക്കെ.
കഴിഞ്ഞ പരീക്ഷയ്ക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഏതൊരു പരീക്ഷയ്ക്ക് ആ പോയിന്റ് കഴിഞ്ഞ ഒന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ക്രിസ്മസ് എക്സാമിനായിരുന്നു എന്നിട്ട് അല്ലേ? പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. കാരണം എനിക്കറിയില്ല, എനിക്ക് പോയിന്റ് ഉള്ള കണക്ക് എനിക്ക് ഓർമ്മയുള്ളൂ. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഉം. നമ്മൾ ചില കാര്യങ്ങൾ കെയർലെസ്നെസ് എന്ന് പറയില്ലേ, കെയർലെസ്നെസ്, അശ്രദ്ധ, ആ അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് ചോദ്യം. ആ എന്താണെന്നറിയോ? ആ ആ ചോദ്യത്തിൽ തന്നിരുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആയിരുന്നില്ല. ആ തന്നിരുന്ന ആംഗിൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്കറിയില്ല, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ ആയിരുന്നു. ഉം. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. തന്നിരുന്ന ആംഗിൾ അതായിരുന്നില്ല. താഴത്തെ ലൈൻ ഓഫ് സെപ്പറേഷൻ, ആ ലൈൻ ഓഫ് സെപ്പറേഷനും ഇൻസിഡൻറ്റ് റേയിലെ ഉം. അതിനിടയിലുള്ള ആംഗിൾ തന്നിരുന്നത് ആ അതായിരുന്നു 42 എന്ന് തന്നിരുന്നത്. അപ്പോൾ നമുക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കണ്ടുപിടിക്കണമെങ്കിൽ 90യിൽ നിന്ന് 42 മൈനസ് ചെയ്യണ്ടേ, ആ അപ്പോഴാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടുക. ആ പക്ഷെ എല്ലാ കുട്ടികളും എന്ത് വിചാരിച്ചു, തന്നിരിക്കുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് വിചാരിച്ചിട്ട് 42 വെച്ച് എഴുതി വെച്ചു. ആ മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ചിലപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം, തെറ്റിക്കാൻ വേണ്ടി, കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് പകരം ഈ ലൈൻ ഓഫ് സെപ്പറേഷനും ആംഗിൾ അല്ല, ഇൻസിഡൻറ്റ് റേയും തമ്മിലുള്ള ആംഗിൾ തരാം. ആ അങ്ങനെ തരുമ്പോൾ നിങ്ങൾ ടോട്ടൽ 90 ഡിഗ്രി ആണല്ലോ, ഉം. നോർമലും അതുപോലെ ലൈൻ ഓഫ് സെപ്പറേഷൻ നമ്മൾ 90 ഡിഗ്രി ആണല്ലോ. 90 ഡിഗ്രി. അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താലാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കിട്ടുക. ഉം. അത് ശ്രദ്ധിച്ച് ചെയ്യണം. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ എങ്ങനെയാണെന്നുള്ളത് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഉം. അപ്പോഴേ നമുക്കതിന് കൃത്യമായിട്ട് ഉത്തരം എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആ പരീക്ഷയിൽ 1-2 കുട്ടികൾ മാത്രമേ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുള്ളൂ. ഉം. കാരണം എല്ലാവരും എന്ത് വിചാരിച്ചു, ഇത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് പിന്നെ ആരെങ്കിലും പറഞ്ഞു കേട്ടു. ആ. ഞാൻ എഴുതിയില്ല, കാരണം എനിക്ക് ഈ വാട്ടറിന്റെ ആണ് ആകപ്പാട് കൂടി അറിയണ്ടായിരുന്നു ക്രിട്ടിക്കൽ ആംഗിൾ. അപ്പൊ ആരെങ്കിലും പറഞ്ഞു കേട്ടു, അത് ഇതാ 42 വാട്ടറിന്റെ അടുത്തുള്ളതല്ലേ, ആ ആ അപ്പൊ 42 വാട്ടർ ആയിരിക്കും അതെന്ന് ഓ, പറയുന്നത്. അങ്ങനെ കൺഫ്യൂസ് ചെയ്തു. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ശ്രദ്ധയാണ്. ആ. തന്നിരിക്കുന്ന കാര്യം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പഠിക്കണം. അതുകൊണ്ട് ആ ചോദ്യത്തിന് ഉത്തരം ഭൂരിഭാഗം പേര് എഴുതിയിട്ടില്ല, കാരണം കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഇനി എഴുതിയേക്കുന്ന ആൾക്കാർ തെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ശ്രദ്ധ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിൽ. ശരിയല്ലേ പറഞ്ഞത്? പിന്നെ ഈ ഇന്റർണൽ റിഫ്ലക്ഷന്റെ കുറച്ച് ക്രൈറ്റീരിയസ് ഇല്ലേ? എങ്ങനെയാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുള്ളതല്ലേ? അതന്നെ. ഈ പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാവുന്ന ചില ക്രൈറ്റീരിയസ് ഉണ്ട്. ഇപ്പോൾ ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ലൈറ്റ് എപ്പോഴും ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ നിന്ന് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലേക്ക് പോയാൽ മാത്രമാണ് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവുക. നേരെ മറിച്ച് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ഹൈയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ഒരിക്കലും ഉണ്ടാവാൻ പോണില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തെ പോയിന്റ്. തന്നിരിക്കുന്ന മീഡിയത്തിൽ ലൈറ്റ് എൻ്റർ ചെയ്യുന്നത് ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോ ഒപ്റ്റിക്കലിലേക്കാണോ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഒരു എന്താണ്, ക്രിട്ടിക്കൽ ആംഗിളിനേക്കാൾ കൂടുതലായിരിക്കണം അല്ലേ? ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഒരു ചിത്രം തരും. ചിത്രം തന്നിട്ട് ചോദിക്കുകയാണ്, അതിൽ തന്നിരിക്കുന്ന ക്രിട്ടിക്കൽ ആംഗിൾ എന്ന് പറയുന്നത് 48 ആണെന്ന് വിചാരിക്കും. ഓക്കെ, വാട്ടറാണ് മീഡിയം. നിങ്ങളോട് ചോദിക്കുന്നു, ഈ മീഡിയത്തിൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാകുമോ ഇല്ലയോ, വൈ? അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾ 48 ആണ്, വാട്ടറാണ് മീഡിയം. അപ്പോൾ വസ്തുവിൻ്റെ അഭിപ്രായം എന്താ? എൻ്റെ അഭിപ്രായത്തിൽ ഉണ്ടാവില്ല, കാരണം ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും താഴെയാണ്. അതായത് വാട്ടറിന്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ആണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, 48.6 കൂടുതലാണെങ്കിലാണ് ഈ പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാവുള്ളൂ. അതിനേക്കാൾ കുറവാണെങ്കിൽ പൂർണ്ണാന്തര പ്രതിഫലനം ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ അവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, തന്നിരിക്കുന്ന ആംഗിൾ എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അത് ക്രിട്ടിക്കൽ ആംഗിൾ ആണോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുകയും വേണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതിന് ഉത്തരം എഴുതാൻ പറ്റും. പിന്നെ ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങളുണ്ട്. അതിന്റെ ഉപയോഗങ്ങളുണ്ട്, എവിടെയൊക്കെ നമുക്ക് ഉപയോഗിക്കാം. നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ? ഓർമ്മ ഉണ്ടാവും ഏതൊക്കെയാണ്? ഒപ്റ്റിക്കൽ ഫൈബർ. അതെവിടെ ഉപയോഗിക്കുന്നത്? ഒപ്റ്റിക്കൽ ഫൈബർ എവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്? നെറ്റ്, ടെലികമ്മ്യൂണിക്കേഷൻ അല്ലേ? ടെലികമ്മ്യൂണിക്കേഷൻസിൽ ധാരാളം യൂസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒപ്റ്റിക്കൽ ഫൈബർ. അതിന്റെ പ്രിൻസിപ്പിൾ എന്താ? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ അല്ലെങ്കിൽ പൂർണ്ണ അന്തര പ്രതിഫലനമാണ്. പിന്നെ സ്കാനിങ് അല്ലെ, ഒരു വയറിന് വരുന്നു, നമ്മൾ ഇവിടെ സ്കാൻ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ അബ്ഡോമിനൽ സ്കാനിങ്ങിന് ഉപയോഗിക്കുമ്പോൾ അതിന് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? ഈ ഒപ്റ്റിക്കൽ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ അവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പാഠത്തിൽ നമുക്ക് ചിത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ വരാറില്ലേ, ഒരു മീഡിയത്തിൽ നിന്ന് ലൈറ്റ് വേറൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ വരാറുണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് 2-3 ചിത്രങ്ങൾ തരാം. ആ ചിത്രങ്ങൾ തന്നിട്ട് അതിൽ നിന്ന് ശരിയായത് ചൂസ് ചെയ്യാൻ വരാറുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട 2-3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഒരു ലൈറ്റ് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി നിന്ന് ഹൈയിലേക്ക് ആണെങ്കിൽ എപ്പോഴും നോർമലിലേക്ക് ഡീവിയേറ്റ് ചെയ്യും, അടുക്കും, നോർമലിലേക്ക് അടുക്കും. എന്നാൽ ഹൈ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ നിന്ന് ലോ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ആണെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകും. പിന്നെ അതുകൂടാതെ നോർമലിലൂടെ ആണെങ്കിൽ എപ്പോഴും സ്ട്രെയിറ്റ് ആയിരിക്കും. ഈ 3 പോയിന്റ് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ഏത് ചിത്രവും കൃത്യമായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു 3 പോയിന്റിൽ ഓർത്തിരുന്നാൽ മതി. പിന്നെ ഇനിയിപ്പോൾ ഈ ചാപ്റ്ററിൽ വേറെ എന്തെങ്കിലും ഉണ്ടോ? നമ്മൾ അത്യാവശ്യം കവർ ചെയ്തെന്ന് തോന്നുന്നു ഈ ചാപ്റ്ററിലെല്ലാം.
ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നു അല്ലേ? വിഷന്റെ വിഷൻ, കളേഴ്സ് ഓഫ് ലൈറ്റ്, മീൻസ് വർണ്ണങ്ങളുടെ ലോകം. അതിൽ ഏതൊക്കെയാണ് സംശയമുള്ളത്? അതില് ഫസ്റ്റ് നമുക്ക് ഈ കണ്ണിന്റെ ന്യൂനതകൾ, ഡിഫക്ട്സ് ഓഫ് ഐ അല്ലെ, അസുഖങ്ങൾ, അസുഖങ്ങൾ, ഈ ഷോർട്ട് സൈറ്റ്, ലോങ് സൈറ്റ്, ലോങ് സൈറ്റ്. അത് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ടോ? അതിന് വേറൊരു പേരും കൂടി ഉണ്ടല്ലോ, മയോപ്പിയും മയോപ്പിയും പിന്നെ ഒരു പേരും ഹൈപ്പർമെട്രോപ്പിയ. ഓക്കെ ഓക്കെ. ആ പേരുകൾ കാണപ്പെടാൻ പഠിക്കാണ്ട് യാതൊന്നും നിവർത്തിയില്ല, പക്ഷെ അത് മാറിപ്പോവും. ശരി. അത് നിങ്ങൾ സാധാരണ ആ ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ആ വാക്ക് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ. അതും രണ്ടും തമ്മിൽ തിരിച്ചറിയാൻ ബുദ്ധിമുട്ടുണ്ടോ? അതിൽ ലോങ് ഷോർട്ട് എന്നുള്ള വാക്ക് ഓർത്താൽ മതി. ലോങ് ആണെന്നുണ്ടെങ്കിൽ ഫോക്കൽ ലെങ്ത് കൂടുതലായിരിക്കും. ഫോക്കൽ ലെങ്ത് കൂടുതലാണെങ്കിൽ ആ ഇമേജ് എപ്പോഴും ഉണ്ടാവുന്നത് റെറ്റിനയ്ക്ക് ബാക്കിലായിരിക്കും എന്ന് ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ലോങ് സൈറ്റഡ്നെസ് അല്ലെങ്കിൽ ദീർഘദൃഷ്ടി എന്ന് പറയും. അതിനെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ആ റേസിനെ ഒന്നും കൂടെ അടുപ്പിച്ച കൊണ്ടുവന്നാൽ മതിയല്ലോ. അപ്പം അടുപ്പിക്കണമെങ്കിൽ നമുക്ക് കോൺവെക്സ് ഉപയോഗിച്ചാൽ മതി. ആ ഒരു ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ആ ഉത്തരങ്ങൾ എഴുതാം. മറ്റേതാണെങ്കിൽ ഷോർട്ട് സൈറ്റഡ്നെസ് ആണല്ലോ, ഹ്രസ്വദൃഷ്ടി, അപ്പോൾ ചെറുത്, ഷോർട്ട്. അപ്പോൾ ഫോക്കൽ ലെങ്ത് കുറവാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പോൾ റെറ്റിനയ്ക്ക് മുന്നിലാണ്. അതിന് നമുക്ക് റെറ്റിനിലേക്ക് എത്തിക്കണമെങ്കിൽ ഒന്നും കൂടെ ഡൈവേർജ് ചെയ്യണം. ഡൈവേർജ് ചെയ്യുന്നത് ഉപയോഗിക്കണം, കോൺകേവ് ഉപയോഗിക്കണം. ഈ ഒരു ലോജിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ഭാഗത്ത് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റും. പക്ഷേ ഈ ലോജിക്കിലൂടെ നിങ്ങൾ കടന്നു പോകണമെന്ന് മാത്രം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ കാണാപ്പാടം പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ലോജിക്ക് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ചോദിച്ചാൽ ഉത്തരം എഴുതാൻ പറ്റും. അതാണ് അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. പിന്നെ ഈ പാഠത്തിൽ തന്നെ നമുക്ക് ലൈറ്റിന്റെ ഡിസ്പേർഷൻ വരുന്നില്ല, പ്രകാശ പ്രകീർണനം. അതിലിപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഡിസ്പേർഷൻ സംഭവിക്കുമ്പോൾ കളേഴ്സിൻ്റെ വ്യത്യസ്ത നിറങ്ങളുടെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് കാരണം കൊണ്ടാണ് ഡിസ്പേർഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ വേവ് ലെങ്ത്തും ഡീവിയേഷനും തമ്മിലൊരു ബന്ധമുണ്ടെന്ന് വസ്തുത അറിയാലോ. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ ഡീവിയേഷൻ കുറവായിരിക്കും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വേവ് ലെങ്ത് കുറവാണെങ്കിൽ ഡീവിയേഷൻ കൂടുതലായിരിക്കും. അപ്പം നമുക്ക് തന്നിരിക്കുന്ന വിബ്ജിയോർ എന്നുള്ള നിറങ്ങളിൽ വേവ് ലെങ്ത് കൂടുതൽ റെഡിനാണ്, അപ്പോൾ ഡീവിയേഷൻ റെഡിന് കുറവായിരിക്കും. വേവ് ലെങ്ത് കുറവ് വയലറ്റിനാണ്, അപ്പോൾ ഡീവിയേഷൻ കൂടുതലായിരിക്കും. വേവ് ലെങ്ത്തിന് മലയാളം തരംഗദൈർഘ്യം എന്നാണ്, അറിയാമെന്നിരിക്കണം. അപ്പോൾ ഈ ഒരു റിലേഷൻ പഠിച്ചു കഴിഞ്ഞാൽ ആ ചിത്രം കൃത്യമായിട്ട് വരയ്ക്കാൻ പറ്റും. പിന്നെ അതിൽ വരച്ചു പഠിക്കേണ്ട മറ്റൊരു ചിത്രം കൂടെ ഉണ്ട്, ഏതറിയോ? വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെയുള്ള ചിത്രം, ഡിസ്പേർഷൻ ചിത്രം. ലൈറ്റ് എൻ്റർ ചെയ്യുന്നു, ഉള്ളിൽ ഒരു ടോട്ടൽ ഇൻറ്റേൺ റിഫ്ലക്ഷൻ നടക്കുന്നു, പിന്നെ വീണ്ടും പുറത്തേക്ക് വരുമ്പോൾ കളേഴ്സായിട്ട് വേർതിരിയുന്നു. അപ്പോൾ വാട്ടർ ഡ്രോപ്ലെറ്റിലൂടെയുള്ള ചിത്രം വരയ്ക്കാൻ പഠിച്ചിരിക്കണം. അത് ചില പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അത് മാത്രമല്ല, വാട്ടർ ഡ്രോപ്ലെറ്റിൽ 2 പ്രാവശ്യം റിഫ്രാക്ഷൻ, എൻ്റർ ചെയ്യുമ്പോഴും തിരിച്ചിറങ്ങുമ്പോഴും റിഫ്രാക്ഷൻ്റെ 2 പ്രാവശ്യം, പിന്നെ ഉള്ളിലൊരു റിഫ്ലക്ഷൻ ഉണ്ട്, ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ. അപ്പോൾ ഒരു പ്രാവശ്യം ടോട്ടൽ ഇൻറ്റേണൽ റിഫ്ലക്ഷൻ അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർത്തിരിക്കണം. ഈ പ്രകാശ പ്രകീർണം അല്ലെങ്കിൽ ഡിസ്പേർഷനുമായിട്ട് പറയുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഈ ഡിസ്പേർഷനുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ട ഒരു ഈ റെഡിന്റെ കാര്യം പറഞ്ഞപ്പോ ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ദൂരക്കുള്ളത് മറ്റേ ടൈൽ ലാമ്പായിട്ട് എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു? അത് ഈ പരീക്ഷയ്ക്ക് വെച്ചതാ, ഈ പ്രാവശ്യം മോഡൽ എക്സാമിന് അല്ലേ. അതായത് റെഡിന് നമുക്കറിയാലോ വേവ് ലെങ്ത് കൂടുതലാണ്. വേവ് ലെങ്ത് കൂടുതലാണെങ്കിൽ സ്കാറ്ററിങ് കുറവായിരിക്കും. സ്കാറ്ററിങ്ങിന് മലയാളം വിസരണം എന്നാണ്. അപ്പോൾ റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, സ്കാറ്ററിങ് കുറവാണ്. സോ സ്കാറ്ററിങ് കുറവാണെങ്കിൽ അതിന് കൂടുതൽ ഡിസ്റ്റൻസ് സ്കാറ്റർ ചെയ്യാണ്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അകലെ നിന്നുള്ള റെഡ് ലൈറ്റ് നമുക്ക് മറ്റു നിറങ്ങളെ അപേക്ഷിച്ചിട്ട് വ്യക്തമായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ വാഹനങ്ങളിൽ ടൈൽ ലാമ്പിൽ റെഡ് കളർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോജിക്ക് അവിടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവിടെ ഉത്തരം എഴുതാം. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? പിന്നെ എനിക്ക് തോന്നുന്നു പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതിൽ മെയിനായിട്ട് ഓർക്കേണ്ടത് അതുമായി ബന്ധപ്പെട്ട കുറേ ഉദാഹരണങ്ങളില്ലേ. ഇപ്പോൾ നമ്മൾ ന്യൂട്ടന്റെ കളർ ഡിസ്ക് കറക്കുന്നു, വൈറ്റ് ആയിട്ട് കാണുന്നു. പിന്നെ ഫാൻ കറങ്ങുമ്പോൾ ലീഫുകൾ കാണാൻ പറ്റുന്നില്ല. മഴത്തുള്ളികൾ വീഴുമ്പോൾ ഒരു റോഡ് പോലെ വരുന്നു, വര. ഇതെല്ലാം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ അത് ഈ പെർസിസ്റ്റൻസ് ഓഫ് വിഷനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് അത് പഠിച്ചിരിക്കുക. ചിലപ്പോൾ ചോദിക്കാം എക്സാമ്പിൾസ് ഫോർ ഡെയിലി ലൈഫ് സിറ്റുവേഷൻസ് ഓഫ് പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ സന്ദർഭങ്ങൾക്ക് കാരണം ചോദിക്കാം. അങ്ങനെ 2 തരത്തിലും മറിച്ചും തിരിച്ചും ചോദിക്കാം. അപ്പം അതും കൂടെ ഈ ഭാഗത്ത് അറിഞ്ഞിരിക്കണം. പിന്നെ അതിൽ വേറെ എന്തെങ്കിലും ഭാഗങ്ങളുണ്ടോ ഈ പറഞ്ഞ? പിന്നെ കോമ്പോസിറ്റ് ലൈറ്റ് ഓർത്തിരിക്കണം. കോമ്പോസിറ്റ് ലൈറ്റ് മീൻസ് 2 അതിലധികമോ നിറങ്ങൾ ചേർന്നുണ്ടാവുന്ന ലൈറ്റാണ് കോമ്പോസിറ്റ് ലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ദൃശ്യപ്രകാശം, വൈറ്റ് ലൈറ്റ് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ആണ്, കാരണം അതിൽ 7 നിറങ്ങളുണ്ടല്ലോ. വിബ്ജിയോർ എന്ന് പറഞ്ഞാൽ 7 നിറങ്ങളുണ്ട്. അപ്പോൾ വൈറ്റ് ലൈറ്റ് ഒരു കോമ്പോസിറ്റ് ലൈറ്റ് ആണെന്നുള്ള കൺസെപ്റ്റും കൂടെ ഈ ചാപ്റ്ററിലുണ്ട്. അതും കൂടെ ഓർത്തിരിക്കുക. ഓക്കെ. പിന്നെ നമുക്ക് ഈ ചാപ്റ്റർ കഴിഞ്ഞാൽ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതായിരിക്കണം അല്ലേ. അടുത്ത ചാപ്റ്ററിൽ ഏതാ? നമ്മുടെ എനർജി മാനേജ്മെന്റ് അല്ലേ. എനർജി മാനേജ്മെന്റിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ഒരു ചാപ്റ്റർ അല്ല, എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ ഓർത്തിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതെ, ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അതിലുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഏതാണ്
LNG, CNG LNG, അല്ലേ, CNG, അതിനൊക്കെയുള്ള പിന്നെ LPGയുടെ കുറച്ച് ആ സേഫ്റ്റി സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം CNG, LNG, ബയോഗ്യാസ്, ഇത് മൂന്നിൻ്റെയും കണ്ടന്റ് സെയിമാണ്, മീഥേനാണ്. മീഥേൻ, ഓക്കെ. LPGയുടെ കണ്ടന്റ് ബ്യൂട്ടൈൻ. ബ്യൂട്ടൈനാണ്. പിന്നെ LPGയെ കുറിച്ച് പറയുമ്പോൾ അതിൽ മണം കൊടുക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും മണമൊന്നും ഇല്ലല്ലോ അതിന്, അല്ലേ, സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, ലീക്കേജ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഈതേൽ മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് അതിൽ മണം കൊടുക്കാൻ വേണ്ടി, അല്ലെ, ദുർഗന്ധം കൊടുക്കാൻ വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ട്. അതും ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണ്. പിന്നെ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് വെച്ച ചോദ്യം, സിലിണ്ടറിൽ ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും, ABCD എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ നമ്പറിംഗ് ഉണ്ടാവും. അതെന്താണെന്നുള്ള ചോദ്യം ഈ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഓർത്തിരിക്കുക, ABCD എന്നുള്ളത് ഇത്ര മന്തുകളാണ്, ഇത്ര മാസങ്ങളാണെന്നുള്ള ആ കൺസെപ്റ്റ് ഓർത്തിരിക്കണം. പിന്നെ LPGയുടെ ലീക്കേജ് വന്നാൽ, ലീക്കേജ് വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ആ പ്രിക്കോഷൻസ്, അത് ഈ ചാപ്റ്ററിൽ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. എക്സ്പ്ലോഷനെ പറ്റിയിട്ട് പറയുന്നില്ലേ, ബ്ലീവ് എന്നുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതെന്താണെന്നുള്ള കാര്യം ജസ്റ്റ് അറിഞ്ഞിരിക്കുക. എനിക്ക് തോന്നുന്നു കുറച്ച് കഴിഞ്ഞ വർഷമോ ഏതൊരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്ലീവ് എന്നുള്ള ആ ഒരു ഭാഗം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു ഭാഗമാണത്. പിന്നെ ഇതിൽ ഓർക്കേണ്ടത് ചില ഇന്ധനങ്ങളുടെ പ്രത്യേകതകൾ, അല്ലേ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. ഹൈഡ്രജൻ ഒരു ഫ്യൂവലാണ്, അല്ലെ, അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. കലോറിഫിക് വാല്യൂ കൂടുതൽ ഹൈഡ്രജൻ ആണ്. പക്ഷെ നമുക്ക് ഹൈഡ്രജൻ കലോറിഫിക് വാല്യൂ കൂടുതലാണെങ്കിലും വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത, സ്റ്റോർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്. പിന്നെ ഹൈഡ്രജൻ എവിടെ നമ്മൾ യൂസ് ചെയ്യുന്നു, റോക്കറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഹൈഡ്രജനുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കുക. പിന്നെ കാലോറിഫിക് വാല്യൂവിന്റെ യൂണിറ്റ് അറിഞ്ഞിരിക്കുക, ജൂൾ പെർ കിലോഗ്രാം എന്നുള്ള. അത് ചിലപ്പോൾ ഒരു 1 വേർഡ് ക്വസ്റ്റൻ ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ കാലോറിഫിക് വാല്യൂ യൂണിറ്റ് ഓർത്തിരിക്കുക. പിന്നെ ഈ പാഠത്തിൽ നമുക്ക് കുറച്ച് പവർ സ്റ്റേഷൻസിനെ പറ്റിയിട്ട് പറയാനില്ലേ. ന്യൂക്ലിയർ, ഓരോ പവർ സ്റ്റേഷൻസിൽ വരുന്ന എനർജി ചേഞ്ചുകൾ പഠിക്കണം. ഹൈഡ്രോ ഇലക്ട്രിക് ആണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്താണ്, തെർമൽ പവർ സ്റ്റേഷൻ ആണെങ്കിൽ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്താണ്, പിന്നെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ അവിടെ വരുന്ന എനർജി ചേഞ്ച് എന്നുള്ള കാര്യങ്ങൾ ഈ ഭാഗത്ത് പഠിക്കാനുണ്ട്. അതൊക്കെ ചിലപ്പോൾ 1 മാർക്കിൻ്റെ ചോദ്യങ്ങളായിട്ട് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിൽ തന്നെ ന്യൂക്ലിയർ റിയാക്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂക്ലിയർ ഫിഷനും ഫ്യൂഷനും മാറിപ്പോ. ഫ്യൂസ് എന്നുള്ള വാക്ക് ഓർത്താൽ മതി. ഫ്യൂസ് എന്താ, ചേർക്കുക, ഫ്യൂസ് ചേർക്കുക, അല്ലെ. അപ്പോൾ ന്യൂക്ലിയർ ഫ്യൂഷൻ മീൻസ് 2 ചെറിയ ന്യൂക്ലിയസിൽ നമ്മൾ കമ്പൈൻ ചെയ്യുക, ഫ്യൂഷൻ, അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. അപ്പോൾ ഫ്യൂഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഫിഷൻ, മീൻസ് ഡിവൈഡ് ചെയ്യുക. വലിയ ന്യൂക്ലിയസിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതാണത് ഫിഷൻ. അപ്പോൾ ഫ്യൂസ് എന്നുള്ള വാക്ക് ഓർത്താൽ പിന്നെ ബുദ്ധിമുട്ടില്ലല്ലോ. ഫ്യൂസ് മീൻസ് ചേർക്കുക, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഫിഷൻ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യുക. ഈ കൺസെപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതാൻ യാതൊരു ബുദ്ധിമുട്ടില്ല. പിന്നെ ഈ ചാപ്റ്ററിലുണ്ട്, ഈ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചില്ലേ, ഏതായിരുന്നു, എനർജി സോഴ്സുകളുടെ ഒരു കാറ്റഗറൈസേഷൻ ഉണ്ടായില്ല, ഗ്രീൻ എനർജി, ബ്രൗൺ എനർജി. അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ, എൻവിറോൺമെന്റിലെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതെല്ലാം ഗ്രീൻ ആണ്. ഇപ്പൊ നമുക്കറിയില്ല, വാഹനങ്ങളൊക്കെ, ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ നമ്മൾ ഗ്രീൻ നമ്പർ പ്ലേറ്റ് ഉപയോഗിച്ച് ഉപയോഗിക്കാറുണ്ടല്ലോ. മീൻസ് അത് എൻവിറോൺമെന്റിൽ അത്രയും പ്രശ്നങ്ങളില്ല. അതിൽ വരുന്ന കാറ്റഗറി എല്ലാം ഗ്രീൻ എനർജീസ് ആയിരിക്കും. നേരെ മറിച്ച് എൻവിറോൺമെന്റിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെല്ലാം ബ്രൗൺ എനർജീസിലായിരിക്കും പെടുക. അപ്പോൾ ഇതാണ് ഈ 2 കാറ്റഗറൈസേഷൻ. പിന്നെ ഇതിൽ എനർജി മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് പിന്നെ ചോദിക്കാവുന്നത്, എങ്ങനെ നമുക്ക് എനർജി മാനേജ് ചെയ്യാനുള്ള ചില മെഷേഴ്സ് ചോദിക്കാം, അല്ലെ. ഇപ്പൊ വാഹനങ്ങൾ സർവീസ് ചെയ്യുക, അല്ല അനാവശ്യമായ ലൈറ്റൊക്കെ ഉപയോഗിക്കാതിരിക്കാം, അല്ലെ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, അത് കാണപ്പുറം പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല, നമുക്ക് തന്നെ നമ്മുടെ ഡെയിലി ലൈഫിൽ എഴുതിയെടുക്കാവുന്ന ഒരു 4 പോയിന്റ് എഴുതി കഴിഞ്ഞാൽ മാർക്ക് കിട്ടും. അപ്പം അങ്ങനെയുള്ള ചോദ്യങ്ങളും ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടൊരു കാര്യമുണ്ട്, നമ്മുടെ സെൽഫ് ഇൻഡക്ഷൻ എന്നുള്ള ഭാഗം. അത് നമ്മൾ വിട്ടുപോയി. സെൽഫ് ഇൻഡക്ഷൻ ഓർക്കേണ്ട കാര്യം, ഒരു കാരണവശാലും DC നടക്കില്ല, ഫ്ലക്ച്വേറ്റിംഗ് അല്ലെങ്കിൽ എപ്പോഴും ഓൾട്ടർ ചെയ്തുകൊണ്ടിരിക്കുന്ന കറണ്ട് വന്നാൽ മാത്രമാണ് സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുക. അപ്പോൾ AC ഈ സെൽഫ് ഇൻഡക്ഷൻ ഉണ്ടാവുന്നുള്ളൊരു പോയിന്റ് ഓർക്കണം. DC വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്വിച്ച് ഓൺ ഓഫ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടല്ലേ. അപ്പോൾ അത് സെൽഫ് ഇൻഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക. അവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു വാക്കും കൂടെ ഉണ്ട്, ബാക്ക് EMF എന്നുള്ള വാക്കുണ്ട്, അല്ല. സെൽഫ് ഇൻഡക്ഷൻ വഴി ഉണ്ടാവുന്ന EMF ആണെന്ത്, ബാക്ക് EMF. അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. പിന്നെ ജനറേറ്റർ, 2 തരം ജനറേറ്റർ ഉണ്ട്, AC ആൻഡ് DC. രണ്ടിന്റെ സ്ട്രക്ചർ പഠിക്കണം, അല്ലെ. കോമൺ ആണ്, പക്ഷെ വ്യത്യാസം എന്തിൽ മാത്രമേ ഉള്ളൂ, റിംഗിൽ മാത്രമേ ഉള്ളൂ. AC-ലാണെങ്കിൽ സ്ലിപ്പാണ്, മറ്റേലാണെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് ആണ്. ഈ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. പിന്നെ എനർജി ചേഞ്ചുകൾ ഓർത്തിരിക്കുക. ജനറേറ്ററിലും മോട്ടറിലും ഉണ്ടാകുന്നത്. മോട്ടറിലാണെങ്കിൽ നമ്മൾ കറണ്ട് കൊടുക്കുന്നു, മെക്കാനിക്കൽ എനർജി ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നു. ജനറേറ്ററിലാണെങ്കിൽ മെക്കാനിക്കൽ എനർജി കൊടുക്കുന്നു, ഇലക്ട്രിക് എനർജി ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നു. അപ്പോൾ ആ ഒരു എനർജി കൺവേർഷൻ കൂടെ ആ ഭാഗത്ത് ഓർത്തിരിക്കേണ്ടതുണ്ട്.
അപ്പോൾ ഏതായാലും നമ്മളിപ്പോൾ ഫിസിക്സിലെ 7 ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് കവർ ചെയ്തിട്ടുണ്ടല്ലേ. ആ പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു എല്ലാം കവർ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടാവില്ല. കാരണം ഇത്രയും ഒരു കുറച്ച് ലിമിറ്റഡ് സമയമല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഇത്രയും കവർ ചെയ്യാൻ എളുപ്പമില്ല. ഉം. അപ്പോൾ ഏതായാലും ഫിസിക്സ് പരീക്ഷയ്ക്ക്, അല്ലെങ്കിൽ ഫിസിക്സ് പരീക്ഷ എന്നല്ല, ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങുമ്പോൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ കൂൾ ഓഫ് ടൈം വളരെ നല്ല രീതിയിൽ വിനിയോഗിക്കുക. കൂൾ ഓഫ് ടൈമിൽ ശരിക്കും ക്വസ്റ്റ്യൻസ് വായിക്കുക. ആ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് അവിടെ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടെത്തി വെച്ചിരിക്കണം. രണ്ടാമത്തെ കാര്യം, പരീക്ഷ ആരംഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ സെക്ഷൻ വൈസ് കൃത്യമായിട്ട് എഴുതി പോവുക. അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ഏറ്റവും അവസാനം എഴുതുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോയ്സ് ഉണ്ടാവുമല്ലോ. ചോയ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ 5 ചോദ്യങ്ങളുണ്ടെങ്കിൽ 4 ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതേണ്ടതുള്ളൂ എന്നുണ്ടെങ്കിൽ, 5 നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അറിയാവുന്ന 4 ആദ്യം എഴുതി വയ്ക്കുക. ഏറ്റവും അവസാനം സമയമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് എഴുതി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് സമയം കൂടുതൽ ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഈ നമുക്ക് കിട്ടുന്ന പരീക്ഷ ഹാളിൽ കിട്ടുന്ന സമയം 1.5 മണിക്കൂറാണെങ്കിൽ 2.5 മണിക്കൂറാണെങ്കിലും അത് നിങ്ങൾ കൃത്യമായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങളുടെ പരീക്ഷ സ്കോർ വരിക. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് എല്ലാ കുട്ടികളും നന്നായിട്ട് പരീക്ഷ എഴുതുക. ഏതായാലും കുറെ സംശയങ്ങളായിട്ടാണ് ഞാൻ വന്നത്. ഇപ്പോൾ സംശയങ്ങളൊക്കെ മാറിയോ? ഒരു ഇതെല്ലാം ഒരുപാട് മാറിയിട്ടുണ്ട്. വരുന്നുണ്ട്. അതായത് ഇത്രയും സമയം ചെലവഴിച്ച് ഇതൊക്കെ പറഞ്ഞതിന് നന്ദി. പിന്നെ ഇപ്പോൾ പരീക്ഷ എഴുതിയ പരീക്ഷയ്ക്ക് ഒരു കോൺഫിഡൻസ് കിട്ടില്ല ഇപ്പോൾ. ഓക്കെ, A+ലേക്ക് എത്താൻ പറ്റുന്നുള്ളൊരു ഇപ്പോൾ കോൺഫിഡൻസ് വസുദേവനും ഉണ്ട്. ഏതായാലും A+ കിട്ടട്ടെ. ഉം. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. അപ്പോൾ ഈ വർഷം SLC പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.